ാക്കിക്കൊണ്ട് ഞാൻ ഈ പരിപാടി ഈ പ്രഗത്ഭമായ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊള്ളുന്നു. നമുക്കറിയാം, തലായി എന്ന് കേട്ടാൽ സാധാരണ മനസ്സിൽ വരാറ് ഒരു ചെറിയ പ്രദേശമാണ്. എന്തുകൊണ്ടും ചെറിയ പ്രദേശം, ഞാൻ എന്ന ന്യൂനപക്ഷം. മറ്റൊരു ഏത് വേദിയിൽ രംഗത്ത് നോക്കിയാൽ നാം വളരെ ന്യൂനപക്ഷം. അങ്ങനെയുള്ളൊരു പ്രദേശം അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, നമ്മളെ മുന്ന് കഴിഞ്ഞുപോലെ ആരെയോ ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട്, നന്മ കൊണ്ട്, അതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്നവരുടെയും ആരോടല്ലോ നന്മ കൊണ്ട് ഈ നാട്ടിലെ ഈ പ്രദേശത്തെ ഇസ്ലാമിക രംഗത്ത് വലിയ ഉത്ബുദ്ധതയിൽ വലിയ ഉന്നതിയിൽ എത്തിക്കുന്ന വേണ്ടി ഈ പരിപാടി നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി പരവന്റെ അബ്ദുല്ല സാഹിബിന്റെ തീർത്ഥസ്മരണകൾ അർപ്പിച്ചുകൊണ്ട് കുടുംബം കൈമാറുന്ന ബസിന്റെ ഔപചാരികമായ താക്കോൽദാന കർമ്മം ഇവിടെ നടക്കുകയാണ്. താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നു പരവന്റെ ബിയാദ് ഹജ്ജുമ. അവർ താക്കോൽദാനം നിർവഹിക്കും. നമ്മുടെ മദ്രസ കമ്മിറ്റി സെക്രട്ടറി പി വി ബഷീറിന്റെ കുടുംബം നൽകുന്ന ഈ ബസിന്റെ താക്കോൽദാനത്തിന്റെ ഔപചാരികമായ കൈമാറൽ ചടങ്ങ് ഈ വേദിയിൽ നടക്കുകയാണ്. പരവന്റെ വിയാദ് ഹജ്ജുമ താക്കോൽദാനം നിർവഹിക്കും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 7 പതിറ്റാണ്ടുകാലം ഒരു പ്രദേശത്തിന്റെ മത, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഹേതുവായിട്ടുള്ള നജ്മുൽ ഹുദ മദ്രസയ്ക്ക് വേണ്ടി ഉള്ള ബസിന്റെ താക്കോൽദാനമാണ് പ്രിയപ്പെട്ട പരവന്റെ അബ്ദുല്ല സാഹിബ് മെമ്മോറിയൽ ബസിന്റെ താക്കോൽദാന കർമ്മം ബിയാദ് ഹജ്ജുമ നമ്മൾക്ക് വേണ്ടി നിർവഹിച്ചിരിക്കുകയാണ്. അവർക്ക് അള്ളാഹു അതിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിരവധി ആയിരങ്ങൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി ഒരു നാടിന്റെ മതസാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഹേതുവായിട്ടുള്ള നജ്മുൽ ഹുദ മദ്രസ കേന്ദ്ര ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള വിവിധ സെഷനുകളുടെ ഭാഗമായുള്ള മതപഠന ക്ലാസ് ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കും. അതിനു മുമ്പായി വിവിധ പരീക്ഷകളിൽ വിജയം നേടിയ കുട്ടികൾക്കുള്ള ഉപഹാര സമർപ്പണം നമ്മുടെ വിശിഷ്ടാതിഥിയും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്ന പ്രഗത്ഭ പ്രാസംഗികൻ കൂടിയായിട്ടുള്ള സിംസാറുൽ ഖുദവി ഈ വേദിയിൽ വെച്ച് ഉപഹാര സമർപ്പണം നടത്തും. 2022-23 വർഷത്തെ സമസ്ത പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ ടോപ്പ് ക്ലാസ് നേടിയ സഫ ഫാത്തിമ, ഡോക്ടർ ഓഫ് മൊയ്തു പുത്തോനാങ്കണ്ടി, അതേപോലെ തന്നെ സമസ്ത പൊതുപരീക്ഷയിൽ ഡിസ്റ്റിങ്ഷൻ ലഭിച്ച മെഹ്റിൻ ഫാത്തിമ, ഡോക്ടർ ഓഫ് അബൂബക്കർ പൂവോളി, സമസ്ത പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ ലഭിച്ച ഹുസൈൻ ഷിനാസ്, സൺ ഓഫ് റഫീഖ് വള്ളിൽ, 2022-23 വർഷം സമസ്ത പൊതുപരീക്ഷയിൽ 7ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ ലഭിച്ച ഹംദ ചെട്ടീന്റെ ഡോക്ടർ ഓഫ് അൻവർ, സമസ്ത പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ ലഭിച്ച ഹനൂന ഫാത്തിമ, ഡോക്ടർ ഓഫ് യാക്കൂബ് കളിയമ്പറത്തായ, പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ ലഭിച്ച മുഹമ്മദ് പി കെ, സൺ ഓഫ് ഷക്കീർ പാറക്കൽ, സമസ്ത പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ ലഭിച്ച മൻഹ ഫാത്തിമ, ഡോക്ടർ ഫയ്യൂബ് കളിയമ്പറത്ത് എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണം സിംസാറുൽ ഖുദവി ഈ വേദിയിൽ വെച്ച് നിർവഹിക്കും. ഉപഹാരം ഏറ്റുവാങ്ങേണ്ട കുട്ടികൾ വേദിക്ക് പിറകിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ റേഞ്ച് പരിപാടിയിൽ ഖുർആൻ ടാലന്റ് ഷോ സെക്കൻഡ് ഗ്രേഡ് കിട്ടിയ ഇർഷാദ് കെ, സൺ ഓഫ് ലത്തീഫ് സഖാഫി, ഈ കുട്ടികൾ ഇവിടെ റിപ്പോർട്ട് ചെയ്താൽ മതി. മതപഠന ക്ലാസ്സിന് ശേഷമായിരിക്കും പരിപാടി വേദിയിൽ നടക്കുക.
അഹ്ലുസുന്നയുടെ അനുഗ്രഹീത വഴികൾ അനുഗമിച്ച ആദർശഭദ്രമായ ആശയാവതരണങ്ങളാൽ ആരാധ്യ റബ്ബിന്റെ അടുപ്പം തേടി ആദർശ വൈരികളെയും ആത്മീയ ചൂഷകരെയും അകറ്റി നിർത്തി സാദര ആത്മീയ താരകങ്ങൾ അനുഗ്രഹ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിയ കൈരളിയുടെ അനുഗ്രഹീത പ്രഭാഷകൻ ഉസ്താദ് സിംസാർ ഹഖ് ഹുദവി സദസ്സിനെ അഭിസംബോധനം ചെയ്യുന്നു. സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين آمنوا واتبعتهم ذريتهم بإيمان والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ثلاثة ബഹുമാന്യരായ രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, 70 വർഷങ്ങളുടെ ദീപ്ത സ്മരണയിൽ നമ്മുടെ നജ്മുൽ ഹുദ മദ്രസ അതിൻ്റെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു കെട്ടിട സമുച്ചയം നാടിന് സമർപ്പിക്കപ്പെടുന്ന വളരെ മഹനീയമായ ഒരു പരിപാടിയിലാണ് നമ്മളൊക്കെ ഈ സമയം ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. സർവശക്തനായ അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടലും ഇങ്ങോട്ട് വന്നതും ഇവിടെ ഈ ചൂട് കാലാവസ്ഥയിൽ പ്രയാസപ്പെട്ട് നമ്മൾ ഇരിക്കുന്നതൊക്കെ അള്ളാഹുവിന് ചെയ്യുന്ന ത്യാഗമായി പടച്ചതമ്പുരാൻ സ്വീകരിക്കുകയും നമ്മുടെ പരലോക ജീവിതം അള്ളാഹു ധന്യമാക്കി തരികയും ചെയ്യട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ബഹുമാന്യരായ എം കുഞ്ഞബ്ദുള്ള മൗലവി അവറുകൾ ഉദ്ഘാടനം ചെയ്ത് അമ്പിഴാട്ടിൽ കുഞ്ഞബ്ദുള്ള സാഹിബ് അധ്യക്ഷം വഹിക്കുന്ന ഈ പരിപാടി നമ്മുടെ മദ്രസയുടെ ആവശ്യങ്ങൾക്ക് സഞ്ചരിക്കുന്ന ബസ് നമ്മുടെ പ്രിയങ്കരനായ ടി ടൈം ബഷീർ സാഹിബിൻ്റെ ഉമ്മ അവരുടെ ഭർത്താവിന് വേണ്ടി ബഷീർ സാഹിബിൻ്റെ ഉപ്പയുടെ പരലോക വിജയത്തിന് വേണ്ടി അതിൻ്റെ താക്കോൽദാനം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ്. ഇതൊരു വലിയ ആനന്ദകരമായ ഒരു മുഹൂർത്തമാണ്. നമ്മൾ ബഷീർക്കയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഉമ്മ, ആ ഉമ്മയുടെ കൈകളാൽ സ്വന്തം ഉമ്മയെ ഒരു വേദിയിൽ വെച്ച് ആദരിക്കുന്ന ഒരു മുഹൂർത്തം. നമ്മുടെ ഉമ്മയും ഉപ്പയും അങ്ങനെ ആദരിക്കപ്പെടുകയും നാടിൻ്റെ പുരോഗതിയുടെ ഭാഗമായി തീരുകയും ചെയ്ത് കാണാൻ
നമ്മളൊക്കെ ആഗ്രഹിക്കും, ഏതൊരു മോനും മോളും ആഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകളുടെ, തലായിലെ ബഹുജനങ്ങളുടെ മുഴുവൻ സഹായം കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനം എത്ര മനോഹരമായി നമുക്ക് സജ്ജീകരിക്കാൻ സാധിച്ചത്. ബഷീർക്കെ പോലെയുള്ള ആളുകൾ വ്യവസായ രംഗം, അതുമായി ബന്ധപ്പെട്ട ജോലി തിരക്കുകൾക്കിടയിൽ ഇതിനു വേണ്ടി വലിയ സഹായം ചെയ്തു എന്ന് നമുക്കൊക്കെ അറിയാം. അല്ലാഹു അത് സ്വീകരിക്കട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക്, വിദ്യാർത്ഥികൾക്ക് വൈറ്റ് ജുബ്ബയും കുർത്തയും തൊപ്പിയും, പെൺകുട്ടികൾക്ക് പർദ്ദയും വെള്ള മഫ്തയും 3.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് അദ്ദേഹം നല്ലൊരു യൂണിഫോം മക്കൾക്ക് നൽകി എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മുടെ മദ്രസയുടെ അതിൻ്റെ സൗകര്യങ്ങൾ, മുസ്ഹഫ് വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതില്ല, അത് ഓരോ വിദ്യാർത്ഥിക്കും ഉപയോഗിക്കത്തക്ക വിധം മദ്രസയിൽ സൂക്ഷിക്കുന്ന ഒരു രീതി, മയ്യത്ത് പരിപാലന ക്ലാസ്സുകളടക്കം പ്രാക്ടിക്കലി മക്കൾ പഠിക്കേണ്ട ഇബാദത്തുകൾ പഠിപ്പിക്കാൻ പറ്റുന്ന സംവിധാനം, ടെക്നോളജി ഉപയോഗിച്ച്, സ്മാർട്ട് ഫെസിലിറ്റികൾ ഉപയോഗിച്ച് നമ്മുടെ മദ്രസ സംവിധാനത്തിൽ കേരളത്തിൽ തന്നെ സമസ്തയില ജമിയത്തുൽ ഉലമയുടെ സംവിധാനങ്ങളിൽ വളരെ മാതൃകാപരമായ ഒരു മുന്നേറ്റമാണ് തലായി ചെയ്തിരിക്കുന്നത് എന്ന് സന്തോഷത്തോടുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്ര മനോഹരമായൊരു കെട്ടിടം, പ്രഗത്ഭരായ ഉസ്താദുമാർ, എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ, ഇനി എന്താണ് നമ്മൾ കാത്തിരിക്കുന്നത്? അസൂയാവഹമായ ഒരു മുന്നേറ്റമാണ് തലായി ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. തലായി എന്ന പ്രദേശം ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ പോലെ അത്ര വലിയ അറിയപ്പെടുന്ന പ്രദേശമായിരുന്നില്ല എന്ന് ഇനി പറയാൻ പറ്റൂ. ഇനി പറയപ്പെടുന്ന പ്രദേശമാണ്. നമ്മുടെ സ്കൂളടക്കം, മദ്രസയടക്കം ഇവിടെയുള്ള പഠന സംവിധാനങ്ങൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമായി തലായി വളർന്നിരിക്കുകയാണ്. ഇവിടുത്തെ മുസ്ലിമീങ്ങളും മറ്റു മതവിശ്വാസികളും അത്ര സ്നേഹത്തിലും മമതയിലും സൗഹാർദ്ദത്തിലും കഴിയുന്ന ഒരു പ്രദേശം. നമ്മുടെ നാടിൽ വെള്ളം കുടിക്കാൻ കിണർ സംവിധാനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക്, പാവങ്ങളായ മനുഷ്യർക്ക് അവരുടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ വർഷങ്ങളായി കുടിവെള്ള സംവിധാനം ഇവിടെ നടക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തുക, അല്ലെങ്കിൽ പട്ടിണിയില്ലാതിരിക്കുക, ഇത് സ്വന്തം ജീവിതത്തിൻ്റെ ഒരു ദൗത്യമായി ബഷീർക്ക് സ്വീകരിച്ചത്. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് അദ്ദേഹം ചെയ്യുന്ന ശുക്രാൻ അള്ളാഹു അത് സ്വീകരിക്കട്ടെ. എത്രയോ മുതലാളിമാർ പലയിടങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്, മലയാളികളായിട്ട് തന്നെ. അവരവരുടെ മക്കൾക്കും അവരുടെ പേരക്കുട്ടികൾക്കും ഉണ്ടാക്കി വെക്കുന്നു എന്നതിലപ്പുറം നാട്ടുകാർക്കോ നമ്മുടെ രാജ്യത്തുകാർക്കോ പൊതുജനങ്ങൾക്കോ ആക്സസബിളായ രീതിയിൽ ജനങ്ങളുമായി ഇടപഴകുന്ന ഒരു പൊതുപ്രവർത്തകരായ മുതലാളിമാർ, അള്ളാഹു അനുഗ്രഹം ചെയ്തവർ വളരെ കുറവാണ്. അതിലൊരു എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ടീച്ചയും ബഷീർക്ക എന്ന് ഞാൻ സ്നേഹത്തോടുകൂടെ പറയുകയാണ്. അദ്ദേഹം ചെയ്യുന്ന നന്മകളും സേവനങ്ങളും ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമുണ്ട്. കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ഞാനും കുടുംബവും മസ്കത്തിലായിരുന്നു. ബഷീർക്കയുടെ കുടുംബം ഇപ്പോഴവിടെ ഉണ്ട്. ഞങ്ങളുടെ കൂട്ടുകാരനും ഒമാനിലെ ടീറ്റയും പ്രൊഫസറുമായ ബഹുമാന്യനായ പറക്കടവ് നെടുന്തോൾ ഫിർദൌസ് സാഹിബും ഞങ്ങൾക്ക് ഒരുമിച്ചാണ് ഇവിടെ പെരുന്നാൾ കൂടിയത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ദുബൈയിലേക്ക് മടങ്ങിയത്. അപ്പോഴും ബഷീർക്ക് പറഞ്ഞു, ഉസ്താദെ തലായിലെ പരിപാടി മറക്കരുത് കേട്ടോ, പറ്റിച്ച് കളയരുതേ, ഞാൻ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വരണേ, തീർച്ചയായും വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ അബുദാബിയിലേക്ക് തിരിച്ചു പോവേണ്ടതായിരുന്നു. സാധാരണ അങ്ങനെയാണ്. നാളെ ആണ് അവിടുത്തെ സ്കൂളും ഡ്യൂട്ടിയൊക്കെ തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ
ബഷീർക്കയുടെ ഒരു നിർബന്ധത്തിനാണ് ഇവിടെ എത്തിയത്. ബഷീർക്കയും ഫിർദൗസ് സാഹിബൊക്കെ ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ എത്തി. അവർ നാളെ അവരും തിരിച്ചു പോവാണ്. ഈ പരിപാടിക്ക് വേണ്ടി മാത്രം വന്നതാണ്. അപ്പം അത്രയും ഗംഭീരമായ ഒരു ഇടപെടൽ നമ്മുടെ നാടിൻ്റെ മദ്രസക്ക്, സ്കൂളിന്, പൊതുപ്രവർത്തനങ്ങൾക്കൊക്കെ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയണം. ആ സുമനസ്സുകൾ, അത്തരം ആളുകളുടെ സാന്നിധ്യം നമ്മുടെ നാടിന് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അന്യം നിൽക്കുന്ന ഒരു കാലം, മനുഷ്യർ സ്വന്തം കാര്യം നോക്കി പോകുന്ന ഒരു കാലത്ത് കൂടെയുള്ള ആളുകളെ, നമ്മുടെ സഹജീവികളെ ശ്രദ്ധിക്കാൻ കഴിയുന്ന വിധം മനുഷ്യസ്നേഹമുള്ള ആളുകളുടെ സാന്നിധ്യമാണ് ഈ ഭൂമിയെ സ്വർഗമാക്കുന്നത്. അല്ലാഹു തആലയിലെ നിങ്ങൾ ഓരോരുത്തരെയും, നമ്മുടെ നാട്ടുകാരും പരിസര പ്രദേശത്തുകാരും ആരുമായവരെ, നമ്മളെല്ലാവരെയും പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന മുഖമായി ദുആ ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. വല്ലദീന ആമനു, സത്യവിശ്വാസം കൈകൊള്ളുകയും വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ, ഉമ്മയും ഉപ്പയും പഠിപ്പിച്ച ഈമാനിന്റെ വഴിയിൽ മക്കൾ പിൻപറ്റുകയും ചെയ്താൽ, ഉമ്മയും ഉപ്പയും പടച്ചതമ്പുരാനെ പേടിച്ച് ജീവിക്കുന്നവരാണ്, മക്കളും അങ്ങനെയായാൽ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, സ്വർഗലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ മക്കളെ കൂടി അല്ലാഹു മാതാപിതാക്കളുടെ കൂടെ സ്വർഗത്തിലെത്തിക്കും. മാതാപിതാക്കൾക്ക് കൺകുളിർമയായി മക്കളുണ്ടാകും കൂടെ. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഇ, അവർ ചെയ്ത ഒരു കർമ്മവും കുറഞ്ഞു പോവാതെ, നഷ്ടപ്പെട്ടു പോവാതെ അവരുടെ കർമ്മങ്ങളെ നാം സ്വീകരിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. വകുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ, ഓരോരുത്തരും അവനവൻ ചെയ്ത കർമ്മങ്ങൾക്ക് സ്വന്തം ശരീരത്തെ പണയപ്പെടുത്തിയിരിക്കുകയാണ്. ഖുർആന്റെ പ്രയോഗം നോക്കുക. പണയപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ പലിശയായിരിക്കും അധികം നമ്മുടെ നാട്ടിലൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു വാല്യുബിൾ ഡോക്യുമെന്റ് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെന്റ് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ അടക്കേണ്ടത് അടച്ചിരിക്കണം. കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ, നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹു പണയത്തിലാക്കിയിരിക്കുകയാണ്. അതിന്റെ വാക്കർത്ഥം അങ്ങനെ തോന്നും. റഹീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ അല്ലാഹു ബന്ധിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങളുമായിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട്, കുടുംബവും മക്കളും നമ്മുടെ കർമ്മങ്ങളും ഒരുപോലെ നന്നാവണമെന്ന് സൂറത്തു തൂറിന്റെ ഏകദേശ മധ്യഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല 21-ാമത്തെ ആയത്തിൽ പടച്ച തമ്പുരാൻ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളോട് സംസാരിക്കുന്ന പോലെ, നമ്മുടെ കൊച്ചുമക്കൾ അവരെ നമ്മുടെ കൺകുളിർമയാണ്, അനുഗ്രഹമാണ്. വജഅല ലക്കും ബനീന വഹഫദ, നിങ്ങൾക്ക് മക്കളെയും പേരക്കുട്ടികളെയും തന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ മക്കള് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച് സജ്ജനങ്ങളായി, നല്ല മനുഷ്യരായി, ദുർമാർഗികളായി പോവാതെ, മദ്യപാനികളും വ്യഭിചാരികളും മയക്കുമരുന്നിൻ്റെ അടിമകളുമായി പോകാതെ നമ്മുടെ മക്കളെ രാജ്യത്തിനും നാടിനും ഉമ്മത്തിനും അഭിമാനകരമായ ഒരസ്തിത്വമുള്ളവരായി മാറണം. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നമ്മുടെ മക്കൾ നല്ലവരായി മാറാൻ അല്ലാഹു ദുആ ചെയ്യാൻ പറഞ്ഞ ഒരു ദുആയാണ് സൂറത്തുൽ ഫുർഖാനിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ? റബ്ബനാ, ഞങ്ങൾ
ഞങ്ങളുടെ രക്ഷിതാവേ അല്ലാഹുവേ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഞങ്ങളുടെ ജീവിത പങ്കാളിയിലും ഞങ്ങളുടെ ഭാര്യയിലും ഭർത്താവിലും വദുർരിയാതിനാ ഞങ്ങൾക്ക് നീ നൽകുന്ന മക്കളിലും ഖുർറത അയുനിൻ കണ്ണിന്റെ കുളിർമ നൽകണമേ കുളിർമ നൽകണമേ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ സജ്ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവരായി അല്ലാഹുവേ നീ ഞങ്ങളെ മാറ്റിത്തരയണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കും ഡെയിലി, എല്ലാ ദിവസവും, എല്ലായ്പ്പോഴും. മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന, 2 പ്രാർത്ഥനയെ ഖുർആൻ പറഞ്ഞു. വല്ലദീന യഖൂലൂൻ, പിന്നെ ഒരു പ്രാർത്ഥനയും കൂടെ മുഅ്മിനീങ്ങൾ ചെയ്യുന്നവരാണ്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم അല്ലാഹുവേ കത്തിയാളുന്ന നരകത്തിന്റെ തീയിന്റെ ചൂടിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. തീ നീയാണ് സൃഷ്ടിക്കുന്നത്, നരകം നിന്റെ സൃഷ്ടിയാണ്. അതിലേക്ക് വിറകുകളായി മാറുന്നത് പടച്ചവനെ നിനക്ക് ധിക്കരിച്ച് ജീവിച്ചവരാണ്. അല്ലാഹുവേ ഞങ്ങൾ ആരും അതിൽ പെടരുതേ. റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം, നരകത്തിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്നും തെറ്റിമാറ്റണമേ, ഞങ്ങൾ അതിൽ നിന്നും അടർത്തി മാറ്റണമേ. നരകത്തിൽ പെടാതെ സൂക്ഷിക്കണമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്ന അദാബഹാ കാന ഗറാമാ, അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷ ഞങ്ങൾക്ക് സഹിക്കുക സാധ്യമല്ല. ഈ ചൂട് ഒരു ഹ്യൂമിഡിറ്റിയാണ്. വളരെ മനോഹരമായൊരു പന്തൽ, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. പടച്ചവനെ, ഇത്രയും മനോഹരമായ ഒരു വേദി കാർപ്പറ്റ് വിരിച്ച് ഈ സമയത്ത് ഇന്നത്തെ ഈവനിങ് നടക്കുന്ന വലിയൊരു പരിപാടി മഹാനായ ഷെയ്ഖുൽ ജാമിഅ അലിക്കുട്ടി മുസ്ലിയാർ ഉസ്താദ് അടക്കം, മുനവ്വർ ശിഹാബ് തങ്ങൾ അടക്കം, അവരൊക്കെ ഒരേ ദിവസം ഒരു പരിപാടിക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതമാണ്. അതും തലായിക്ക് കിട്ടിയ വലിയൊരു അത്ഭുതമാണ്. അതുകൊണ്ട് ഇന്നത്തെ വൈകുന്നേരത്തെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞുള്ള പരിപാടി നിങ്ങളുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് ഇതിലേറെ ഗംഭീരമാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ആരും മറന്നുപോകരുത്. മഹാന്മാരായ സയ്യിദന്മാരും ഉസ്താദുമാരും ആലിമീങ്ങളൊക്കെ സംബന്ധിക്കുകയാണ്. മാഷാ അല്ലാഹ്. ഇവിടുത്തെ ഈ ഒരു ചൂട്, ചെറിയൊരു ഹ്യൂമിഡിറ്റി, ഒരു ഫാനിന്റെ കാറ്റ് പോലും ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല, വിയർത്തു പോവുകയാണ്, നീരിറക്കം പിടിക്കുന്നു പറയും അല്ലേ? സുബ്ഹാനല്ലാഹ്. നരകം എന്തായിരിക്കും മുഅ്മിനെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നരകം എന്താണ്? അല്ലാഹു നീ കാത്തുകൊള്ളണമേ. ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുവേ, അതൊരിക്കലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തത്, താമസിക്കാൻ പറ്റാത്തത്, വളരെ വളരെ വേദനാജനകമായതാണ്. റബ്ബേ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് ഓരോ ദിവസവും മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ. 2 ദുആയാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. ഒന്ന് മക്കൾക്ക് വേണ്ടി, മറ്റൊന്ന് നമ്മളോ മക്കളോ ആരും നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി. എന്തിനാണ് അല്ലാഹു വിശുദ്ധ ഇസ്ലാം എന്ന ജീവിത പന്ഥാവ് എന്തിന് മനുഷ്യർക്ക് കൈമാറി എന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവാനാണ്, ടെൻഷൻ അടിക്കാതെ ജീവിക്കാൻ. അതിനാണ് ഇസ്ലാം. എന്തിനാണ്? അല്ലാഹുവിനനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ എന്താണ് ഇതിന്റെ മറുപടി? ഒരാൾ പറയാം, നമ്മൾ വ്യഭിചരിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, അല്ലാഹു പറഞ്ഞ പോലെ 5 നേരം നിസ്കരിക്കുകയാണ്, അല്ലാഹു പറഞ്ഞ പോലെ പടച്ചതമ്പുരാൻ അനുസരിച്ച് ജീവിക്കുകയാണ്. എന്തേ നമുക്കതുകൊണ്ട് കിട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. من عمل صالحا آر സൽക്കർമ്മം ചെയ്യുന്നുണ്ടോ, മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആണും പെണ്ണും, ആൺകുട്ടിയും പെൺകുട്ടിയും, വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും, പുരുഷ
പുരുഷന്മാരും സ്ത്രീകളും ആണുങ്ങളും പെണ്ണുങ്ങളും ഉമ്മമാരും ഉപ്പമാരും യുവജനങ്ങൾ നിങ്ങൾ ആരൊക്കെ നന്മ ചെയ്യുന്നുണ്ടോ വഹുവ മുഅ്മിനുൻ, ഇതിന് പ്രതിഫലം അല്ലാഹു നൽകും എന്ന പ്രതീക്ഷയിൽ ആര് നന്മ ചെയ്യുന്നുണ്ടോ എന്താണ് അല്ലാഹു അവർക്ക് കൊടുക്കുന്നതെന്നറിയോ? ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, വളരെ മനോഹരമായ സന്തുഷ്ടമായ ജീവിതം അല്ലാഹു അവർക്ക് നൽകും. സന്തോഷകരമായ ജീവിതം. നിങ്ങൾ കള്ളുടിക്കാതിരുന്നാൽ, വ്യഭിചരിക്കാതിരുന്നാൽ, കളവ് പറയാതിരുന്നാൽ, ആളുകളെ പറ്റിക്കാതിരുന്നാൽ, നുണ പറയാതിരുന്നാൽ, നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും നിങ്ങൾ സൂക്ഷിച്ചാൽ, നിങ്ങളുടെ കണ്ണും കാതും നിങ്ങൾ സൂക്ഷിച്ചാൽ എന്താ കിട്ടുക എന്ന് ചോദിച്ചാൽ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ തിന്മകളിലേക്ക് പോയി എന്ന് വിചാരിക്കുക, മനസ്സ് അസ്വസ്ഥമാണ്. കള്ളുടിക്കുന്നവർക്ക് ആ കുറഞ്ഞ നേരം മയക്കം തീരുന്നവരെ അവർക്ക് സ്വർഗം എന്നൊക്കെ തോന്നുള്ളൂ, കഴിഞ്ഞാൽ പിന്നെ നരകമാണ്. ലഹരിയുടെ വിഷയം അങ്ങനെയാണ്. കുറച്ചു നേരത്തേക്ക് എന്തൊരു ഡേഞ്ചറാന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലായിടത്തും അത് തന്നെയാണ് ചർച്ച. മയക്കുമരുന്ന്, അതിന്റെ പല പേരുകൾ, അതെങ്ങാനും ഉപയോഗിച്ച് നമ്മുടെ മക്കൾ തുടങ്ങിയോ 10 കൊല്ലം കൊണ്ട് അവർ മരിച്ചു തീരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. 10 കൊല്ലം പിന്നെ ആയുസുള്ളൂ. ലഹരിക്കടിമയായി കഴിയുന്ന മക്കളുടെ ആയുസ് എത്രയാണ്? അങ്ങനെ വന്നാൽ ഈ തലമുറ എന്തായിരിക്കും? 10 കൊല്ലം കൊണ്ട് മരിച്ചു വീഴുന്ന യുവജനങ്ങളെയാണ് ഇനി ലോകം കാണാൻ പോകുന്നത്. എന്തേ? ലഹരിക്കടിമകളാണ്. എല്ലാം നഷ്ടപ്പെടാൻ. സമാധാനമുണ്ടോ? ഇല്ല. കേസ് വരും, പേടിയാണ്. വീടും നാടും കുടുംബവും അവരെ ഒഴിവാക്കേണ്ടി വരും, ഒറ്റപ്പെടും. പടച്ചതമ്പുരാൻ അനുസരിച്ച് ജീവിച്ചാൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, സന്തുഷ്ടമായ ജീവിതമാണ് അല്ലാഹു നൽകുന്നത്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർക്ക് അല്ലാഹു തആല ഏറ്റവും നല്ല പ്രതിഫലമാണ് പടച്ചതമ്പുരാൻ നാളെ പരലോകത്ത് നൽകുന്നത്. ദുനിയാവിൽ സന്തുഷ്ടമായ ജീവിതം, നാളെ പരലോകത്ത് സ്വർഗം. അല്ലാതെ എന്താ വേണ്ടത്? ആകെ 60-70 കൊല്ലം ജീവിക്കുന്ന നാടാണിത്. ഒരു 80, ഏറിപ്പോയാൽ 100 കഴിഞ്ഞു. അപ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് സ്ഥലം കാലിയാക്കി കൊടുക്കേണ്ടി വരും. അത്രേ ഇവിടെ ഉള്ളൂ. ആ കുറഞ്ഞ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് which of you are of good conduct, ഏറ്റവും നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല ജീവിതം ആർക്കാണ് എന്ന് പരിശോധിക്കുകയാണ് അല്ലാഹു ചെയ്യുന്നത്. ഇതിനാ മനുഷ്യനെ പറഞ്ഞയച്ചത്. സത്യവും ധർമ്മവും അവരെ മനസ്സിലാക്കണം, നീതിയും അനീതിയും അവർ തിരിച്ചറിയണം, സ്നേഹവും കാരുണ്യവും ജീവിത മുഖമുദ്രയാവണം, വർഗീയതയും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ഉപേക്ഷിക്കണം. പടച്ചതമ്പുരാൻ അതാ നമ്മളോട് പറയുന്നത്. ആരത് ചെയ്യുന്നവരുണ്ട് അവർക്ക് ഈ ലോകത്തെ സന്തോഷവും നാളെ പരലോകത്ത് വിജയവും. ഇത് രണ്ടല്ലേ വേണ്ടതുള്ളൂ. അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ നാട്ടുകാരും നമ്മുടെ ലോക മനുഷ്യർ എല്ലാവർക്കും നന്മ വരണം എന്ന് കൊതിക്കുകയാണ് ഒരു മുസ്ലിമിന്റെ ജീവിതം. അദ്ദീനു അന്നസീഹ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഓരോ മതത്തിനും അതിൻ്റെതായ ചില അടയാളങ്ങളുണ്ട്, ചില മതങ്ങളുടെ പ്രത്യേകമായ ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ഇസ്ലാമിന്റെ സ്വഭാവ ഗുണം എന്താണെന്നറിയോ? അന്നസീഹ, ഗുണകാംക്ഷയാണ്. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും സന്തോഷിക്കണം, എല്ലാവർക്കും റാഹത്ത് വേണം, എല്ലാവരും ആശ്വസിക്കണം, ആരും പ്രയാസപ്പെടരുത്, എല്ലാവർക്കും നല്ലത് വരണം. ഇതാഗ്രഹിക്കുന്നവനാണ് ഒരു മുസ്ലിം. അപ്പോഴേ മുസ്ലിമാവുള്ളൂ. ആരാണ് മുസ്ലിം നബിയെ? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി മൻ അമിനഹുൻ നാസ്. ഇങ്ങനെയൊക്കെയാ മറുപടി നബി തങ്ങൾ പറയാ. ആരാ മുസ്ലിം? അവരുടെ നാവിൽ നിന്ന്, അവരുടെ കരുത്തിൽ നിന്ന് ഒരാൾക്കും ഒരു പ്രയാസവും വരില്ല എന്ന് ആരെ സംബന്ധിച്ചാണോ മതിപ്പുണ്ടാവുക അവരാണ് മുസ്ലിം. അൽ മുഅ്മിനു മൻ അമിനഹുൻ നാസ്, ജനങ്ങളെല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റും. അവരാരെയും ഉപദ്രവിക്കില്ല, അവരാരെയും വിഷമിപ്പിക്കില്ല, ആരുടെയും മനസ്സ് വേദനിപ്പിക്കില്ല എന്ന് ആരെ പറ്റിയാണോ പറയാൻ കഴിയുന്നത് അവരാണ് സത്യവിശ്വാസി, അവരാണ് സത്യവിശ്വാസിനി. ഇത് പഠിപ്പിക്കുകയാണ് മദ്രസയുടെ ധർമ്മം. ഇത് പഠിപ്പിക്കലാണ് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ധർമ്മം. കൊറോണ കാലഘട്ടത്തിലൊക്കെ സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ മദ്രസകളൊക്കെ ഓൺലൈനിൽ യൂട്യൂബിൽ ലഭ്യമായിരുന്നു. പലപ്പോഴെങ്കിലും ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവിടെ അതാ പഠിപ്പിക്കുന്നത്, ഇതാ പഠിപ്പിക്കുന്നത്, രാജ്യദ്രോഹമാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്.
അവരൊക്കെ ഒന്ന് ഇരുന്ന് കേട്ടു. നമ്മുടെ വിദ്യാർത്ഥികൾ യൂട്യൂബ് തുറന്ന് കേൾക്കുമ്പോൾ പോലെ എല്ലാവരും കേട്ടു. എന്താ 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, എന്താ 2-ാം ക്ലാസ്സിലെ മദ്രസയുടെ പാഠപുസ്തകം പറയുന്നത്, എന്താ 3-ലും 4-ലും 5-ലും 6-ലും 10-ലും 12-ലും എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്ന് ലോകത്തിന് കേൾക്കാൻ ഒരു അവസരമുണ്ടായി കൊറോണ കൊണ്ട്. അത് വലിയ സൗഭാഗ്യമാണ്. അപ്പോഴാ തിരിഞ്ഞത്, ഓ നമ്മൾ വിചാരിച്ചു വേറെന്തോ ആണെന്ന്. ഇസ്ലാം ഇരുട്ടത്തോ ഇരുട്ടറയിലോ നിന്ന് പഠിപ്പിക്കേണ്ടതല്ല, അത് പകൽ വെളിച്ചത്തിലാണ്. അതിലാർക്കും പ്രയാസമുള്ളതോ ആരെയും വേദനിപ്പിക്കുന്നതോ ഇസ്ലാമിലില്ല. ചില കോൺടെസ്റ്റുകൾ, യുദ്ധങ്ങൾ നടക്കുന്ന കാലമായിരുന്നു അത്. ഒരു യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ എങ്ങനെ മുന്നേറണം, അടിപതറാതെ അധർമ്മത്തിനെതിരെ നിങ്ങൾ പോരാടണം എന്ന് പറഞ്ഞ ഭാഗങ്ങളെ നമ്മൾ അടർത്തിയെടുത്ത് റോഡിലേക്ക് വെച്ചു കൊടുത്താൽ അത് തെറ്റിദ്ധാരണക്ക് വഴിയൊരുക്കും. ഒരു സംശയവുമില്ല. അത്രമാത്രമാണ് ഇവിടെ സംഭവിച്ചത് എന്നല്ലാതെ മനുഷ്യർക്ക് നന്മ ചെയ്യുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞ മതമാണ് വിശുദ്ധ ഇസ്ലാം, അല്ലേ? ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവരാരാണ്? ഖൈറുഹും ലിഇയാലി, മനുഷ്യർക്ക് നന്മ ചെയ്യുന്നവരാണ്. കുടിവെള്ളം കൊടുക്കുന്നവർ, അന്നം കൊടുക്കുന്നവർ, സ്നേഹം കൊടുക്കുന്നവർ, സമാധാനം നൽകുന്നവർ, ഭീഷണിപ്പെടുത്തുന്നവരല്ല. മനുഷ്യന് സമാധാനം കൊടുക്കുന്നവരാണ് പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെട്ടവർ. ഇത് പഠിപ്പിക്കുകയല്ലേ ഇസ്ലാം ചെയ്തത്? പുണ്യനബിയുടെ ദൗത്യവും അതായിരുന്നു. 13 വർഷക്കാലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും മക്കയിൽ ഇസ്ലാമിക പ്രബോധനങ്ങൾ ആരംഭിച്ച കാലം വലിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് ആ മഹാനായ മനുഷ്യൻ അടിമയായിരുന്നവരെ കറുത്ത വർഗക്കാരനാണ്. പക്ഷേ മനസ്സിനുള്ളിൽ വെളിച്ചമാണ്, തിളക്കമാണ്, തെളിച്ചമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിൽ വേറൊന്നും അവർ ഉപദ്രവം ചെയ്തിട്ടില്ല. ആർക്കും ഒരു അവരവരുടെ മനസ്സിൽ വെച്ച വിശ്വാസം അതുപോലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മഹാനായ ബിലാൽ എന്നവരുടെ നെഞ്ചിലേക്ക് പാറക്കല്ലുകൾ, ചുട്ടുപഴുത്ത മണലിൽ, മരുഭൂമിയുടെ ചൂടറിയാലോ, മലർത്തിക്കിടത്തി നെഞ്ചിലേക്ക് വലിയ പാറക്കല്ല് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നിഷേധിക്കാൻ കഴിയാത്ത ചരിത്ര വസ്തുതയാണ്. മഹാനെപ്പോഴും പറഞ്ഞു, അഹദ് അഹദ്, അല്ലാഹുവേ നീ ഒരുവനാണ്, നീ ഒന്നേ ഉള്ളൂ, കണ്ണുകളെ കൊണ്ട് കാണപ്പെടാത്തവനായ പടച്ചവൻ. അല്ലാഹുവേ നീയാണ് കണ്ണുകളെ പടച്ചത്, നീയാണ് ജനനവും മരണവും നിശ്ചയിക്കുന്നത്, നീയാണ് സൃഷ്ടിക്കുന്നതും രോഗം നൽകുന്നതും അത് ശിഫയാക്കി തരുന്നതും പരീക്ഷണങ്ങൾ നൽകുന്നതും അത് നീക്കിത്തരുന്നതും എല്ലാം അല്ലാഹുവേ നീ തന്നെയാണ്. ഇത് പഠിപ്പിക്കുകയായിരുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനെന്നറിയോ? മനസ്സമാധാനമുള്ള ജീവിതം. പടച്ചതമ്പുരാൻ അവനറിയാനാണ് ഇങ്ങോട്ട് നമ്മളെ പറഞ്ഞയച്ചത്, അവനറിയാൻ, പഠിക്കാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ അത്വാ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുന്നുണ്ട്, ആയിഷ ബീവി, അങ്ങ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി വർഷങ്ങൾ ജീവിച്ചവരല്ലേ, അങ്ങയോടൊരു ചോദ്യം. പുണ്യനബിയോടൊപ്പം അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലം നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവം, ഹബീബിൻ്റെ കൂടെ ജീവിച്ച കാലയളവിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഉദാഹരണം ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ഒരു സംഭവം അങ്ങേക്ക് മറക്കാൻ കഴിയാത്തത്. ചെറുപ്രായത്തിലെ വിവാഹിതയായ ഹബീബിൻ്റെ ഭാര്യയും ഹബീബായ നബി തങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമായ ഭാര്യ, യാ ഉമ്മ സലമ ലാ തുഅ്ദീനി ഫീ ആയിഷ, ആയിഷയുടെ വിഷയം പറഞ്ഞ് നിങ്ങളാരും എന്നെ വേദനിപ്പിക്കരുതേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്ന മിടുക്കിയായ, ഹബീബിന്റെ വഫാത്തിന് ശേഷം വീണ്ടും ഒരു 40 കൊല്ലം വിധവയായി ജീവിച്ച ഉമ്മുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ വിശ്വാസിനികളുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 60 വയസ്സാകുമ്പോഴാണ്, ഏകദേശം 60 ആയപ്പോഴാണ് വഫാത്താകുന്നത്. ഹബീബിൻ്റെ കൂടെ ജീവിച്ച 6-7 വർഷങ്ങളുടെ ആ ഒരു കാലഘട്ടങ്ങളിൽ ആയിഷ ബീവി നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത അനുഭവം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തത്, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു ആഹ്വാനം ചെയ്യുന്ന സൂറത്തു ആലു ഇമ്രാനിൻ്റെ അവസാന ഭാഗങ്ങൾ ഇറങ്ങിയ ആയത്തിൻ്റെ അവതരണം നടന്ന രാത്രിയിലെ ഹബീബിൻ്റെ നിസ്കാരത്തിൻ്റെ അനുഭവമാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിച്ച കാലം മറക്കാൻ കഴിയാത്ത അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. കുല്ലു അംരിഹി കാന അജബ,
എൻ്റെ ഹബീബിൻ്റെ ജീവിതം മുഴുവനും അത്ഭുതമായിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷേ മറക്കാൻ കഴിയാത്തതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഒരു രാത്രി എന്നോട് പറഞ്ഞു ആയിഷ, ദരീനി അതഅബ്ബദു ലിറബ്ബി. ആയിഷ, ഇന്നത്തെ രാത്രിയിൽ ഞാൻ അല്ലാഹുവിന് പ്രത്യേകമായ ചില പ്രാർത്ഥന ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നിസ്കരിക്കാൻ. അതുകൊണ്ട് ആയിഷ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന ചെറുപ്പക്കാരിയായ ഒരു ഭാര്യ കൂടെ ഉണ്ടായിരിക്കെ അല്ലാഹുവിൻ്റെ ഹബീബ് ഭാര്യയോട് പറഞ്ഞ വാക്കാണത്. ആയിഷ, എനിക്ക് ഇന്നത്തെ രാത്രിയിൽ പ്രത്യേകമായ ചില പ്രാർത്ഥനകൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നോടൊന്നും വിചാരിക്കല്ലേ. നബിയെ, അങ്ങേക്ക് എന്താണോ ഇഷ്ടം അത് തന്നെയാണ് എൻ്റെയും ഇഷ്ടം, അങ്ങ് നിസ്കരിച്ചോളൂ. ഫഖാമ യുസല്ലി. അവിടെ നിസ്കരിക്കാൻ തുടങ്ങി. ദീർഘമായ നൃത്തം. അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞ് റുക്കൂഇൽ, കുറേ സമയം റുക്കൂഇൽ, അത് കഴിഞ്ഞ് ഇഅ്തിദാലിൽ, പിന്നെ സുജൂദിൽ ഒരുപാട് നേരം. ആ സമയം ഞാൻ കേൾക്കുന്നു അവിടുത്തെ മനസ്സ് തേങ്ങുകയാണ്, ഹൃദയം പിടക്കുകയാണ്. അവിടെ നിന്ന് കരയുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടു. കുറേ നേരം സുജൂദിൽ, പിന്നെ ഇരുന്നു, രണ്ടാമതും സുജൂദിൽ. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ ദീർഘമായ സൂറത്തുകൾ ഓതി ഹബീബായ നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നു. സുബഹി നിസ്കാരത്തിന്റെ സമയമാകാറായി. ദീർഘമായ 2 റക്അത്ത് എടുത്തത് 4 മണിക്കൂർ സമയത്തോളം നീണ്ടു നിന്ന നിസ്കാരമാണത്. 2 റക്അത്ത് 4 മണിക്കൂർ. ആലോചിച്ചു നോക്കി, നമ്മളെ കൊണ്ടാകുമോ അത്? അങ്ങനെ നിൽക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? അങ്ങനെ ഉറക്കൊഴിക്കാൻ നമ്മളെ കൊണ്ടാകുമോ? എന്നാൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ തലചായ്ച്ചാൽ, സുജൂദിൽ കിടന്നാൽ കിട്ടുന്ന ഒരു മധുരമുണ്ട്. അല്ലാഹുവേ, ഞാൻ മണ്ണിനോളം താഴെയാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. എൻ്റെ രക്ഷിതാവേ, നീയാണ് ഏറ്റവും ഉന്നതിയിലുള്ളത്, ഞാൻ എത്രയോ താഴെയാണ്. ഞാൻ മണ്ണാണ്, മണ്ണിനോളം ചെറുപ്പമാണ്. നീയാണെങ്കിലോ പ്രപഞ്ചത്തിന് അതീതനാണ് റബ്ബേ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. എല്ലാ സ്തോത്രങ്ങളും നന്ദിയും നിനക്കാണ് പടച്ചവനെ. ഇതാണ് സുജൂദിൽ കിടന്ന് 3 തവണ നമ്മൾ പറയുന്നത്. ആ സുജൂദിൽ ഉടമസ്ഥനായ രക്ഷിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ആനന്ദമുണ്ട്. ഒരു VIP-യെ നിങ്ങൾക്ക് കിട്ടിയാൽ, അവരുടെ കൂടെ ഇരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായാൽ, നിങ്ങൾക്ക് ആ സമയം എന്ത് ആനന്ദമായിരിക്കും. നിങ്ങൾ എഴുന്നേറ്റ് ഓടാൻ നോക്കൂ? ഇല്ലല്ലോ. അവർ എഴുന്നേൽക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കൂലേ? അവർ പോകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂലേ? അല്ലാഹുവിൻ്റെ മുമ്പിൽ ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കുന്നത് അങ്ങനെയായിരുന്നു. എത്ര വലിയ ക്ഷീണം വന്നാലും പോകട്ടെ, പരീക്ഷണങ്ങൾ വന്നാൽ, ടെൻഷന് വന്നാൽ, പുണ്യനബി ചെയ്തിരുന്നത് നേരെ സൈക്കാട്രിസ്റ്റിന്റെ മുമ്പിലേക്ക് ഓടുകയായിരുന്നില്ല. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സൈക്കാട്രി എന്ന് പറയുന്നത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ വുളൂഅെടുത്ത് നിസ്കരിക്കലായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇലസ്സലാഹ്. ടെൻഷൻ വന്നാൽ ഹബീബായ നബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കലായിരുന്നു. നിസ്കാരത്തിന് വാങ്ക് വിളിക്കാൻ നേരമായാൽ, ബിലാലെ ഇഖാമത്ത് വിളിക്കിൻ എന്നല്ല നബി തങ്ങൾ പറയാം. ബിലാലെ ഇഖാമത്ത് ചൊല്ലിക്കോളൂ, നിസ്കാരം തുടങ്ങല്ലേ. അതുമല്ല തങ്ങൾ പറയാറുള്ളത്. തങ്ങൾ പറയാറുള്ളത് അരിഹ്നാ ബിഹാ യാ ബിലാൽ, അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാലെ, നിസ്കാരം കൊണ്ട് മനസ്സിന് സന്തോഷം തരൂ, നിസ്കാരം കൊണ്ട് മനസ്സിന് ആനന്ദം തരൂ, പ്രാർത്ഥന കൊണ്ട് മനസ്സിന് ശക്തി തരൂ എന്ന് പറഞ്ഞാൽ ഇഖാമത്ത് വിളിക്കണം എന്നാണ് അതിനർത്ഥം. ഖദ് ഖാമത്തിസ് സ്വലാഹ്, ഖദ് ഖാമത്തിസ് സ്വലാഹ്. ഈ നിസ്കാരത്തിന്റെ ബാലപാഠം പഠിപ്പിക്കുകയാണ് മദ്രസ ചെയ്യുന്നത്. സൃഷ്ടാവുമായി സൃഷ്ടികൾക്ക് ബന്ധമില്ലെങ്കിൽ നമ്മളെ പിശാചുക്കൾ തട്ടിക്കൊണ്ടുപോകും. നമ്മുടെ നിസ്കാരവും റബ്ബനാ യാ ഇലാഹനാ യാ അല്ലാഹ്, പടച്ചവനെ എന്ന വിളിയാളം മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പടച്ചു തമ്പുരാനോടുള്ള വിളിയാളമില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്ത് ആനന്ദമാണുള്ളത്? എന്ത് മെറ്റീരിയലിസം?
ഇവിടുത്തെ മെറ്റീരിയലുകൾക്ക് എന്ത് ആനന്ദം തരാൻ കഴിയും? സർവശക്തനായ അല്ലാഹുവിനോട് ആത്മീയ ബന്ധം സ്ഥാപിക്കുമ്പോഴല്ലേ മനസ്സിന് ആനന്ദമുണ്ടാകുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഹബീബ് സുജൂദിൽ നിന്ന് തല ഉയർത്തിയപ്പോൾ ആ മണ്ണ് ഞാൻ എൻ്റെ കൈകൊണ്ട് തടവി നോക്കുമ്പോൾ അത് നനഞ്ഞിരിക്കുന്നു അവിടുത്തെ കണ്ണുനീരുകൊണ്ട്. അപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, അവിടത്തോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അവിടുന്ന് സലാം മടക്കി. നബി തങ്ങൾ സലാം അടക്കുമ്പോൾ കണ്ഠം ഇടറുന്നുണ്ട്, ഗദ്ഗദമുണ്ട്. തങ്ങൾ വിഷമിച്ച പോലെ, സങ്കടപ്പെട്ടിരിക്കുന്ന പോലെ. ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബി അബീ അൻത വ ഉമ്മീ യാ റസൂലല്ലാഹ്. നബിയേ, എൻ്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ അങ്ങാണ് എനിക്ക് വലുത്. സുഹാബിമാർ, അവിടുത്തെ 100,000-ലേറെ വരുമായിരുന്ന സുഹാബിമാർ ഹബീബിനെ വിളിച്ചിരുന്ന വാക്കുകൾ അതാണ്. എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് നഷ്ടമായാൽ പോലും അങ്ങ് നഷ്ടമാവരുത് നബിയേ. പറയണേ, മായുബ്കീക്, എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന് ബിലാൽ എന്നവർ ചോദിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എല്ലാം മൗനിയായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിലെ ഹബീബിൻ്റെ കൂടെ ജീവിച്ച വർഷങ്ങളുടെ കാലയളവിൽ മറക്കാൻ കഴിയാത്തൊരനുഭവം അത്വാ റളിയല്ലാഹു അൻഹു എന്ന താബിഈനോട് മഹാനായ അത്വാ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നൽകിയ മറുപടിയാണ് പറയാൻ പോകുന്നത്. എൻ്റെ റസൂൽ എന്തിനാണ് കരഞ്ഞത് എന്ന് ബിലാൽ എന്നവരോട് പറയുകയാണ്. യാ ബിലാൽ, ബിലാലേ, ഉൻസിലത് അലയ്യ ലൈല ആയ. ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങി. ആ ആയത്തിൻ്റെ ആശയം എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആയത്ത് ഇറങ്ങിയിട്ട് എന്നോട് അല്ലാഹുവിൻ്റെ ജിബ്രീൽ മാലാഖ പറഞ്ഞു, നബിയേ, ഈ സൂക്തം ഖുർആനിൽ വെറുതെ ഓതിപ്പോയി. സയൻസ് അറിയുന്നവരെ, ജിയോഗ്രഫി പഠിച്ചവരെ, ആസ്ട്രോണമി പഠിച്ചവരെ, ഭൂഗർഭശാസ്ത്രം പഠിച്ചവര്, പ്രപഞ്ചശാസ്ത്രം പഠിച്ചവര്, വായിക്കാനും അറിയാനും പഠിക്കാനും കഴിവുള്ളവരെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ സൂക്തങ്ങൾ വെറുതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ടാകും. ഓരോ ആയത്തിന് കൂലിയുണ്ട്, ഒരക്ഷരത്തിന് 10 പ്രതിഫലമാണ്. പക്ഷെ ഈ 2-3 ആയത്തുകൾ ഞാൻ ഓതുന്നത് സൂറത്ത് ആലി ഇമ്രാനിലെ 190 മുതൽ 193 വരെയുള്ള ആയത്തുകൾ. ഇത് ഓതുമ്പോൾ അതിൻ്റെ പരിഭാഷയോ വ്യാഖ്യാനമോ മുന്നിൽ വെച്ച് ശാസ്ത്രീയമായ വിഷയങ്ങൾ ഗഹനം ചെയ്യാതെ പഠിക്കാതെ ഓതുന്നവർക്ക് ശിക്ഷയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓതുന്നവരങ്ങ് ഓതിപ്പോയി. സൂറത്ത് ആലി ഇമ്രാൻ അവസാനിച്ചിട്ടെങ്കിലും എന്ത് ചെയ്യണം? അതിൻ്റെ തഫ്സീർ ഒന്ന് നോക്കണം എന്നാണ്. വായിക്കണം, പഠിക്കണം. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ബിലാലെ, ചിന്തിക്കാതിരുന്നാൽ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു എന്നോട് പറഞ്ഞ ചില ആയത്തുകൾ ഇന്നലെ രാത്രിയാണ് എനിക്ക് അവതരിച്ചത്. എന്താണ് നബി ആ ആയത്തുകൾ? തങ്ങൾ ഓതിക്കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان. വളരെ മനോഹരമായ സൂറത്ത് ആൽ ഇംറാനിൻ്റെ അവസാനത്തോടടുക്കുന്ന ആയത്തുകൾ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തീർച്ചയായും ഭൂമിയെ നാം പടച്ചത്, ഇവിടുത്തെ ഓരോ മണ്ണും ചെറിയ പുൽമേടകൾ, ഈ വാഴയും തെങ്ങും കമുങ്ങുകളും ഇവിടുത്തെ മരങ്ങളും സസ്യലതാദികളും,
മണ്ണുകൾക്കിടയിൽ കഴിയുന്ന കൊച്ചു കൊച്ചു ജീവികൾ, നമ്മുടെ കണ്ണുകൾക്ക് പോലും കാണാൻ കഴിയാത്ത വളരെ വളരെ മൈന്യൂട്ടായി മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രം കാണാൻ കഴിയുന്ന ഒരുപാട് സൂക്ഷ്മമായ ജീവികൾ. എത്രയെല്ലാം ഇലകൾ, വിവിധ വർണ്ണങ്ങളിലുള്ള ഇലകൾ, വിവിധ രൂപങ്ങളിലുള്ള ഇലകൾ, വിവിധ ടേസ്റ്റുകളുള്ള ഫലങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യമണികൾ. ഈ പ്രപഞ്ചം, ഭൂമി, അതിൻ്റെ ഉള്ളിൽ സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, ഡയമണ്ടുകളുണ്ട്, പേളുകളുണ്ട്. സമുദ്രങ്ങളിൽ എല്ലാം ഒരുക്കി വെച്ച ഈ ഭൂമി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇത് ഏറ്റവും വലിയ പുസ്തകമാണ്, ഇത് ഏറ്റവും വലിയ ലൈബ്രറിയാണ് ഭൂമി. വസ്സമാവാത് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശലോകങ്ങളെ പടച്ചതിലും ഭൂമിയെ പടച്ചതിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, കൃത്യമായ സമയത്ത് സൂര്യോദയവും സൂര്യാസ്തമയവും സംഭവിക്കത്തക്ക വിധത്തിൽ ഭൂമിയെ അള്ളാഹു നേർരേഖയിൽ നിർത്തിയത്, സൂര്യനിൽ നിന്ന് കൃത്യമായ അകലത്തിൽ നിർത്തിയത്, സൂര്യനും ഭൂമിയും ചന്ദ്രനും കൃത്യമായ നേർരേഖയിലൂടെ കടന്നു പോകുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ സംവിധാനമാണ്. അതില്ലായിരുന്നെങ്കിൽ ഇവിടെ ഇരുട്ടില്ല, ഇവിടെ വെളിച്ചമില്ല. ഇതിലെല്ലാം ലആയാത്ത്, എത്രയോ ദൃഷ്ടാന്തങ്ങളുണ്ട്. ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് അടയാളങ്ങളുണ്ട്. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കറുത്ത പുക ഉയരുന്നത് കണ്ടാൽ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തീയുണ്ട് എന്ന് പറയാൻ കൊച്ചുകുട്ടിക്ക് മനക്കറിയും. തീ കാണണമെന്നില്ല. എന്തേ അതിനർത്ഥം? തീയുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ ഇഫക്റ്റാണ് പുകയെന്ന് പറയുന്നത്. സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ട്, പ്രപഞ്ചമുണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളത് ബുദ്ധിയുള്ള മനുഷ്യന് പടച്ചവനുണ്ട് എന്ന് പറയാൻ ഇനി എന്താണ് തെളിവ് വേണ്ടത്? അല്ലാഹുവാണ് ഈ പറയുന്നത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് കറുത്ത പുകയുയരുമ്പോഴൊരാൾ പറയാണ് തീയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കൂല. എന്തേ? ഞാൻ കാണുന്നില്ലല്ലോ. അയാൾ 2 കിലോമീറ്റർ അപ്പുറത്താണ് നിൽക്കുന്നത്. തീ ഞാൻ കണ്ടില്ല, ഞാൻ പുകയെ കണ്ടിട്ടുള്ളൂ. പുകയുണ്ട്, തീ അതില്ല, അത് വെറുതെ ഉണ്ടാകുന്ന പുകയാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ എന്താ പറയാ? ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടാണ് അല്ലാഹു പറയുന്നത്, ഞാൻ ഇതൊക്കെ സൃഷ്ടിച്ചു വെച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാനാണ് പടച്ചവനെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ലാൻഡ് ചെയ്താൽ പിന്നെ എന്ത് പരീക്ഷണം, പിന്നെ എന്ത് ജീവിതം, ഇതിനെന്തർത്ഥം? എക്സാം എഴുതാൻ ഉത്തരക്കടലാസും കൂടെ കൊടുത്തു, ഇതാ ഉത്തരം. അതെന്ത് പരീക്ഷയാണ്? അള്ളാഹു കണ്ടുകൊണ്ട് കാണപ്പെടാത്തത് കോടിക്കണക്കിന് വസ്തുക്കളുടെ തെളിവ് മുമ്പിൽ വെച്ചുകൊണ്ടാണ്. കോടിക്കണക്കിന് വസ്തുക്കൾ നമ്മുടെ കണ്ണുയർത്തിയാൽ കാണുന്ന ആകാശലോകങ്ങളിലെ നക്ഷത്രങ്ങളെ നിങ്ങൾ നോക്കുന്നില്ലേ? ഖുർആൻ പഠിപ്പിച്ചു. ആദ്യത്തെ 13 വർഷക്കാലം പുണ്യനിബിതങ്ങൾ സ്വഹാബികളെ പഠിപ്പിച്ചത് പ്രപഞ്ച സൃഷ്ടിപ്പിലൂടെ സൃഷ്ടാവിനെ പഠിക്കാനാണ്. അന്ന് നിസ്കാരം നിർബന്ധമല്ല. ആദ്യത്തെ 13 കൊല്ലം ഫർദ് നിസ്കാരമില്ല. നോമ്പ് നിർബന്ധാക്കിയോ? ഇല്ല. സക്കാത്ത് നിർബന്ധമുണ്ടോ? ഇല്ലായിരുന്നു. ഹജ്ജുണ്ടോ? ഹജ്ജൊക്കെ 22-ാം കൊല്ലത്താ. തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹജ്ജ് നിർബന്ധമാകുന്നത്. നിസ്കാരം നിർബന്ധമാകുന്നത് 13 കൊല്ലം കഴിഞ്ഞിട്ടാ. നബി തങ്ങൾ നിസ്കരിക്കുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങൾ നിസ്കാരം ഉണ്ടോ? ഇല്ല. എന്തേ കാരണം എന്നറിയോ? ഞങ്ങൾക്ക് പറയാം അവരോട്, നിങ്ങൾ സ്വകാര്യമായിട്ട് നിസ്കരിച്ചോളൂ. ശത്രുക്കൾ ആക്രമിക്കുന്നു, ശരി തന്നെയാണ്, പക്ഷെ നിങ്ങൾ സ്വകാര്യമായിട്ട് നിസ്കരിച്ചോളൂ, പറയാം. നിങ്ങളുടെ മുതലാളിമാർ സക്കാത്ത് കൊടുത്തോളൂ, പറയാം. നോമ്പെടുത്തൂടെ? ആരെങ്കിലും അറിയോ നോമ്പെടുത്താൽ? മക്കയിൽ. പക്ഷേ നബി തങ്ങൾ സ്വഹാബികൾക്ക് മക്കയിൽ ഒന്നും നിർബന്ധമാക്കിയില്ല. എന്തേ പഠിപ്പിച്ചു കൊടുത്തെന്നറിയോ? അല്ലാഹു ആരാണ്, ആരാണ് പടച്ചവൻ, ആരാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, ആ രക്ഷിതാവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ മഹത്വം, ഇത് മനസ്സിലാക്കി കൊടുക്കലാണ് 13 കൊല്ലത്തെ ദഅവത്ത്. 87 സൂറകൾ ഖുർആനിൽ ഇറങ്ങിയത് മക്കയിലാണ്. ആ ഒരൊറ്റ സൂറയിലും നിസ്കാരത്തിന്റെ മസ്അല കാണൂല, അനന്തരാവകാശ നിയമം കാണൂല, നോമ്പിന്റെ മസ്അലയില്ല, ഇതില് സക്കാത്തിന്റെ മസ്അലയില്ല, മദ്യം നിരോധിച്ചിട്ടില്ല. അപ്പോഴേ 13 കൊല്ലം 87 സൂറ. ബാക്കി 27 മദീന സൂറയിലാണ് നിസ്കാരത്തിന്റെ മസ്അല കാണുക. തയമ്മത്തെ കുറിച്ച് എവിടെയാ പറയുന്നത്? കടബാധ്യതകൾ എങ്ങനെ നിങ്ങൾ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ചത് എവിടെയാണ്? അനന്തര സ്വത്തെന്താണ്, അതെങ്ങനെയാ വിഹിതിക്കേണ്ടത്? മദീനി സൂറയിലാ കാണുക, സൂറത്തുൽ ബഖറയിൽ കാണും. എല്ലാ നിയമങ്ങളും ഇറങ്ങുന്നത് മദീന കാലഘട്ടത്തിലാണ്. മക്ക കാലഘട്ടം നിയമങ്ങളില്ല. എന്തേ അവിടെ നടന്നെന്നറിയോ? അല്ലാഹു ആരാണ്. ആകാശം കാണുന്നില്ലേ? ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ?
കാർമേഘങ്ങൾ കാണുന്നില്ലേ? ചെടികളും മരങ്ങളും പൂത്തുലയാൻ വേണ്ടി കാറ്റുകളെ പരാഗണം ചെയ്യുന്നതായി അല്ലാഹു പറഞ്ഞേച്ചില്ലേ? പോളിനേറ്റിംഗ് വിൻഡ്സ്. കാറ്റിലൂടെയാണ് പോളിനേഷൻ നടക്കുന്നത്, പരാഗണം നടക്കുന്നത്. ഇതൊക്കെ പഠിപ്പിച്ചത് മക്കയിലാണ്. നക്ഷത്രങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. മക്കയിലാ പഠിപ്പിച്ചത്. നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെ കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുന്നില്ലേ? നക്ഷത്രങ്ങളെ അതതിൻ്റെ സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വെച്ച അല്ലാഹുവിനെ തന്നെയാണ് സത്യം. وإنه لقسم لو تعلمون عظيم. നക്ഷത്രങ്ങളുടെ സ്ഥാനം അതിനെ വെച്ച് അല്ലാഹു സത്യം ചെയ്തിട്ട് പറയാ, ആ സത്യം ഒരു മഹാത്ഭുതമാണ്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവാത്തത് കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. എവിടെയാ നക്ഷത്രങ്ങൾ കിടക്കേണ്ടതെന്ന് അറിയോ? ഏറ്റവും ദൂരെയുള്ള നക്ഷത്രം ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയത് 24 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറമാണ്. 24 ബില്യൺ പ്രകാശവർഷങ്ങൾക്കപ്പുറം. 24 കിലോമീറ്റർ. വടകരക്ക് എത്ര കിലോമീറ്ററാണ്? 20 കിലോമീറ്ററിന്റെ ഉള്ളില്. സുബ്ഹാനല്ലാഹ്. 24 ബില്യൺ. 100 മില്യൺ ആകുമ്പോ 1 ബില്യൺ ആകുന്നു. അങ്ങനെ 24 ബില്യൺ വർഷങ്ങൾ പ്രകാശം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരം. പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ. അപ്പോൾ ഒരു മിനിറ്റിൽ, അപ്പോൾ ഒരു മണിക്കൂറിൽ, ഒരു ദിവസം, ഒരു വർഷം, 2 വർഷം, 10 വർഷം, 1 മില്യനായി. 100 മില്യൺ 1 ബില്യൺ ആകുന്നു. അതും കഴിഞ്ഞാൽ 24 ബില്യൺ കൊല്ലങ്ങൾ പ്രകാശം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്താണ് ഇന്ന് കണ്ടെത്തിയ ഏറ്റവും ദൂരെയുള്ള നക്ഷത്രം കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മവാഖിഉൻ നുജൂം. ഇതൊക്കെ ഖുർആൻ ചർച്ച ചെയ്തത് മക്കയിലെ കാലഘട്ടമാണ്. ഒരു കുഞ്ഞിന്റെ ബാലപാഠമാണത്. നമ്മൾ മദ്രസ എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ ആദ്യ കാലഘട്ടമാണ്. ഒരു മനുഷ്യനായി ഒരു കുഞ്ഞ് വളർന്നു വരുന്ന ആദ്യഘട്ടം ആരാണ് തൻ്റെ സൃഷ്ടാവെന്നറിയണം, എന്തിനാണ് ജീവിക്കുന്നതെന്നറിയണം, ഇതിന്റെ ലക്ഷ്യമെന്താണ്, ഒരു നല്ല പൗരനാവാൻ എന്ത് ചെയ്യണം, ഒരു നല്ല മകനായി ഒരു നല്ല മോളായി ജീവിക്കാൻ എന്ത് വേണം, ഇത് പഠിപ്പിക്കുകയാണ് നമ്മുടെ മദ്രസകൾ ചെയ്തത്. പുണ്യനബിതങ്ങൾ 13 കൊല്ലം മദ്രസ പഠനം എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറയാൻ പറ്റുമെങ്കിൽ അവിടെ പഠിപ്പിച്ചത് അല്ലാഹു ആരാണെന്നാണ്. മൻ ഹുവല്ലാഹ്, അല്ലാഹു ആരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ കഴിയാത്ത അനുഭവമെന്ന് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു കൊടുത്തത്, റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്ത അനുഭവം ഇതാണ്: ആകാശലോകങ്ങളെ പടച്ചതിലും രാവും പകലും മാറി മാറി വരുന്നതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദാ, നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വഅലാ ജുനൂബിഹിം, കിടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹുവിനെ സ്മരിക്കുകയും വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യുന്നവർ, അവരാണ് ബുദ്ധിമാനികൾ. ആ ബുദ്ധിമാനികൾ പറയേണ്ട പ്രാർത്ഥന എന്താണെന്നറിയോ? അവർ പറയേണ്ടത് ദൈവമില്ലെന്നല്ല, പടച്ചോനെ കാണുന്നില്ല അപ്പൊ ഞാൻ വിശ്വസിക്കൂല, ഇതാണോ പറയേണ്ടത്? അവർ പറയേണ്ടത് റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീയാണ് ഞങ്ങൾക്ക് ജീവൻ തന്നത്, ജീവൻ ഞങ്ങൾ കൊണ്ടുവന്നതല്ല, നീ തന്നെയാണ് ജീവൻ തിരിച്ചെടുക്കുന്നത്. ഞങ്ങൾ ഇഷ്ടപ്പെടുമ്പോഴല്ല ഞങ്ങൾ മരിക്കുന്നത്, ഇഷ്ടപ്പെട്ടപ്പോഴല്ല ഞങ്ങൾ ജനിച്ചത്, ഞങ്ങൾ ജനിച്ചതും ഞങ്ങൾ മരിക്കുന്നതും അല്ലാഹുവേ നിന്റെ തീരുമാനമാണ്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, ഒരു ചെടി പോലും ഒരു ഇല പോലും ഒരു പുല്ല് പോലും നീ വെറുതെ പടച്ചതല്ല. ചിലതിൻ്റെ യുക്തി നമുക്കറിയും, ചിലത് നമുക്കറിയില്ല എന്തിനാ അല്ലാഹു ഇതൊക്കെ ചെയ്തത് എന്ന്. എന്നാലും അല്ലാഹുവേ അൻത ഹകീം, നീ തന്ത്രശാലിയാണ്, നീ യുക്തിയുള്ളവനാണ്, ഹിക്മത്തിന്റെ ഉറവിടമാണ്. ഒരു കാര്യവും ഹിക്മത്തില്ലാതെ റബ്ബേ നീ ചെയ്യില്ല. ഫഖിനാ അദാബന്നാർ, അല്ലാഹുവേ ഞങ്ങളെ തീയിൽ നിന്ന് കാത്തുകൊള്ളേണമേ, നരകത്തിൽ നിന്ന് കാത്തുകൊള്ളേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ബുദ്ധിമാനികൾ. ഈ ആയത്തിറങ്ങിയ സമയം അല്ലാഹു നബിയോട് പറയുകയാണ്, നബിയേ, ഇത് ചിന്തിക്കാതെ പോയാൽ, പഠിക്കാതെ പോയാൽ, ആലോചിക്കാതെ വെറുതെ ഓതിപ്പോയാൽ അവർക്ക് ശിക്ഷയുണ്ട്.
ഈ ആയത്തിറങ്ങിയ രാത്രിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വന്ന് സുബഹിക്ക് വാങ്ക വിളിക്കാൻ നേരമായി നബിയെ എന്ന് പറഞ്ഞു വന്ന രാത്രി. 4 മണിക്കൂറിലേറെ ഹബീബ് 2 റക്അത്ത് കൊണ്ട് നിന്ന് നിസ്കരിച്ച നേരം. ആ ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത എടുത്തു പറയേണ്ട അനുഭവമെന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നമ്മുടെ മക്കള് സയൻസ് പഠിക്കണം, ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കള് മാത്സ് പഠിക്കണം, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കണം. എന്തേ? ചിന്തിക്കാനും പഠിക്കാനും. എത്രയാ ഖുർആൻ പറയുന്നത്? ലിഖൗമിൻ യതഫക്കറൂൻ, ഫോർ എ പീപ്പിൾ ഓഫ് ഇന്റലക്ട്, ബുദ്ധിയുള്ളവർക്ക്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഡു നോട്ട് ദേ ഡീപ്ലി പോണ്ടർ അപ്പോൺ, അവർ ചിന്തിക്കുന്നില്ലേ അള്ളാഹുവിൻ്റെ സയൻസ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? ഹബീബായ നബി തങ്ങൾ പറയാ, എനിക്ക് പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആകാശലോകത്തേക്ക് നോക്കി എൻ്റെ ജീവിതം ആകാശലോകത്തെക്കുറിച്ചുള്ള ചിന്തയിൽ കഴിച്ചുകൂട്ടുമായിരുന്നുവെന്ന് പറഞ്ഞത് നമ്മുടെ ഹബീബാണ് റസൂലുള്ളാഹി തങ്ങള് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശത്തേക്ക് നോക്കിയിരിക്കുക, പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുക, ഭൂമിയെക്കുറിച്ച്. ഭൂമിയെ ആരാണ് ഇങ്ങനെ സംവിധാനിച്ചത്? നിങ്ങളുടെ കൂടെയുള്ള മൃഗങ്ങൾ, ജന്തുക്കൾ, കന്നുകാലികൾ. ആരാണ് ഇതിനെ പടച്ചത്? നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത്? ആരാണ് പർവ്വതങ്ങളെ നാട്ടിവെച്ചത്? ആരാണ് നക്ഷത്രങ്ങളെ ഉയർത്തിവെച്ചത്? ആരാണ് ഭൂമിയിൽ രാവും പകലുമുണ്ടാക്കുന്നത്? തിരമാലകൾ, സസ്യലതാദികൾ, പക്ഷികൾ, മത്സ്യസമ്പത്ത്, ആരാണ് ഇതൊക്കെ നൽകിയത്? ആരാണ് റെയിൻ ക്ലൗഡുകൾ നിങ്ങൾക്ക് നൽകിയത്? ഇപ്പൊ ചൂട് നമുക്ക് മടുത്തു വരുമ്പോ അതാ മഴ പെയ്യുകയായി, മഴ പെയ്യുമ്പോ ചൂട് വരികയായി. കാലാവസ്ഥകളെ മാറാൻ വേണ്ടി ഭൂമിയെ അതിൻ്റെ അച്ചുതണ്ടിൽ ചെരിച്ചു നിർത്തിയത് ആരാണ്? ഭൂമിയെ ടിൽറ്റ് ചെയ്തിരിക്കുകയാണെന്ന ആരാണ് ഇതൊക്കെ ചെയ്തത്? ആ ചെരിവില്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ കാലാവസ്ഥകൾ ഉണ്ടാകില്ല, സീസണുകൾ ഉണ്ടാകില്ല. ഇതൊക്കെ ഇന്റലിജൻസ്, അതിബുദ്ധിമാനായ ഒരു സൃഷ്ടാവിനെ നമ്മെ പഠിപ്പിക്കുന്നില്ലയോ? വാർണർ ഗിറ്റ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ മനുഷ്യന്റെ ശരീരത്തിൽ കിടക്കുന്ന DNA എന്ന് പറയുന്ന നമ്മുടെ ഹ്യൂമൻ പ്രോഗ്രാമിംഗ്, DNA-യുടെ ഇൻഫർമേഷൻ അപ്പോബറ്റിക് ഇൻഫർമേഷൻ ആണെന്നാണ്. ഏറ്റവും അതിസങ്കീർണമായ അറിവാണ്. അങ്ങനത്തെ ഒരു അറിവ് ഇറ്റ് ഷുഡിന്റ് കം ഫ്രം എ സോഴ്സ് അതർ ദാൻ ഇന്റലിജൻസ്. വളരെ അതിബുദ്ധിമാനായ ഒരാളിൽ നിന്ന് ഈ DNA ഉണ്ടാക്കാൻ കഴിയുള്ളൂ, വെറുതെ ഉണ്ടാവില്ല. പ്രപഞ്ചത്തിൽ ഒരിക്കലും വെറുതെ റാൻഡം ഒരു ബിഗ് ബാങ്ങിൽ, ഒരു ഇവല്യൂഷനിൽ ഇതൊന്നും DNA ഉണ്ടാവില്ല എന്നാണ്. അതുണ്ടായത് അതിബുദ്ധിമാനായ ഒരു സൃഷ്ടാവിൽ നിന്നാണ് എന്ന് സമ്മതിച്ചത് വാർണർ ഗിറ്റ്സ്, ജർമ്മൻകാരനാണ്, ജീവിച്ചിരിക്കുന്ന സയന്റിസ്റ്റാണ്, യുക്തിവാദിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പൊ വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. ലോകം ദൈവവിശ്വാസത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം ഇങ്ങനെയൊക്കെ ടെക്നോളജി ചെയ്തു വെച്ചാലും മനുഷ്യന്റെ കഴിവുകൾക്ക് അതീതമാണ് പലതും. ടൈറ്റാനിക് എന്ന ഷിപ്പിനെ കുറിച്ച് നമുക്കറിയും അല്ലേ? ഒരാൾക്കും തകർക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ അത് ബ്രിട്ടനിൽ നിന്ന് യാത്ര തുടങ്ങുന്നത് ബോസ്റ്റണിലേക്ക് പോവുക. അവിടെ തന്നെ ഒരു മഞ്ഞുമലയിൽ ഇടിഞ്ഞ് തകർന്ന് ബില്യണേഴ്സും മില്യണേഴ്സുമായ ആഡംബര കപ്പലിലെ മുതലാളിമാർ അവിടെ മുങ്ങി മരിക്കുക. പുറപ്പെടും മുമ്പ് ചെയ്ത ഡയലോഗ് അതായിരുന്നു, ദൈവത്തിന് പോലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഞങ്ങളുടെ കപ്പൽ യാത്ര ആരംഭിക്കുകയാണ്. എന്തേ സംഭവിച്ചത്? അന്നത്തെ ക്രിസ്തീയ പാതിരിമാർ മുഴുവൻ പറഞ്ഞു, ഇത് ദൈവം തമ്പുരാൻ മനുഷ്യന് നൽകിയ മെസ്സേജാണ്. തീർച്ചയായും നമ്മൾ അഹങ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ പിടിച്ചു വെക്കുക. രോഗം കൊണ്ട്, മരണം മനുഷ്യനെ കീഴ്പ്പെടുത്താൻ അള്ളാഹു തന്ന പടച്ച തമ്പുരാന്റെ ഒരു ആയുധമാണെന്നാണ് നബി തങ്ങൾ പറയാ. മരണമില്ലെങ്കിൽ മനുഷ്യനെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു. എന്ത് തന്നെയായാലും എനിക്കൊരു 60, 70, 80 ഞാൻ മരിച്ചു പോകും എന്നൊരു ചിന്ത വരിക. എന്തൊക്കെ മുഷ്ടി ചുരുട്ടി നമ്മൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും ശബ്ദമനങ്ങാത്തൊരു സമയത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. പിന്നെ മരണത്തിന് ഒതുങ്ങിക്കൊടുക്കുകയാണ്. മരണമില്ലായിരുന്നെങ്കിൽ, മരണത്തെ അതിജീവിക്കാൻ എന്തൊക്കെ മരുന്നുണ്ട് മനുഷ്യൻ പരിശോധിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ പറയാ, മരണത്തെ അതിജീവിക്കാൻ കഴിയില്ല. ഹ്യൂമൻ സെല്ലുകളെ റീപ്രോഗ്രാം ചെയ്തിട്ട് കാര്യമില്ല. കാരണം അത് ഗുരുതരമായ അപകടത്തിലേക്ക് മനുഷ്യനെ നയിക്കും. മരണത്തിന് നമ്മൾ ഒതുങ്ങിക്കൊടുത്തേ പറ്റൂ. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞു, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, ഇല്ലാലിദാ, ഒരു രോഗത്തിനൊഴികെ, അത് അൽഹറം, മനുഷ്യന്റെ ഓൾഡ് ഏജ്, മനുഷ്യന്റെ വാർദ്ധക്യമാണ്. അതിനെ തുടർന്നുള്ള മരണമാണ്. അതിന് മരുന്ന് കിട്ടൂല. ബാക്കി എല്ലാറ്റിനും മരുന്നുണ്ട്. യാ അല്ലാഹ്, മനുഷ്യൻ വന്നത് പടച്ചതമ്പുരാന് സ്തുതി പാടാനും അനുസരിക്കാനും
മനുഷ്യ ജീവിതത്തിന്റെ സന്തോഷം എന്താണെന്ന് അള്ളാഹുവാണ് നിശ്ചയിച്ചത്. ആ വഴി അവൻ അനുസരിക്കേണ്ട വഴിയാണ്. ശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, ബാങ്ക് വിളിക്കുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ശ്രദ്ധിക്കുക, ഞാൻ ഈ പേര് വായിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ സ്റ്റേജിന് പിന്നിൽ വന്ന് നിൽക്കേണ്ടതാണ്. സഫ ഫാത്തിമ, ഡോട്ടർ ഓഫ് മൊയ്തു പൊന്നോടൻ്റെ അവിട, മൊയ്തു പൊന്നോടൻ കണ്ടി. മെറിൻ ഫാത്തിമ, ഡോട്ടർ ഓഫ് അബൂബക്കർ പൂവോളി. ഹുസൈൻ ഷിനാസ്, സൺ ഓഫ് റഫീഖ് വള്ളിൽ. ഹംദ, ഡോട്ടർ ഓഫ് അൻവർ ചെട്ടീൻ്റെ അവിട. മുഹമ്മദ് പി കെ, സൺ ഓഫ് ഷക്കീർ പാറക്കൽ. മൻഹ ഫാത്തിമ, ഡോട്ടർ ഓഫ് അയ്യൂബ് കളിയൻ്റെ അവിട, കളിയമ്പുറത്ത് താഴെ. ഹനൂന ഫാത്തിമ, ഡോട്ടർ ഓഫ് യാക്കൂബ് കളിയമ്പുറത്ത് താഴെ. ഇർഷാദ് കെ, സൺ ഓഫ് ലത്തീഫ് സക്കാഫി കാരക്കോത്ത്. മുഹമ്മദ് ഫഹീം, സൺ ഓഫ് ഗഫൂർ കോമത്ത്. ഇത്രയും വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ സ്റ്റേജിന് പിന്നിൽ വന്ന് നിൽക്കേണ്ടതാണ്. അൽഹംദുലില്ലാ, ഇവിടെ പരിപാടിക്ക് വന്ന് നിങ്ങൾ എല്ലാവർക്കും ഭക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നോക്കുമ്പോഴേ 3 മണിക്ക് ഇവിടെ മനോഹരമായൊരു കഥാപ്രസംഗം കൂടെ നടക്കാൻ പോകുന്നുണ്ട് നമ്മുടെ സുബൈർ തോട്ടിക്കൽ സാഹിബിൻ്റെ. അപ്പോൾ ഭക്ഷണം കഴിച്ച് പിന്നെ വേറൊടുക്കും പോകാൻ സമയമില്ല. അത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത മെയിൻ പ്രോഗ്രാമിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുകയാണ്. അൽഹംദുലില്ലാ, 3000 ആളുകൾക്ക് ഇവിടെ ഭക്ഷണം ഒരുക്കി. പിന്നെ വെള്ളം, ടീ ടൈം ബ്രാൻഡ് വെള്ളമാണ് എല്ലാവർക്കും ഇഷ്ടം പോലെ, എല്ലാവർക്കും വെള്ളം അൺലിമിറ്റഡ്. അതാ ബഷീർക്ക പറഞ്ഞത്. അൽഹംദുലില്ലാ, അള്ളാഹു ഇതൊക്കെ സ്വീകരിക്കട്ടെ. നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം നിങ്ങൾ നൽകുന്നത് തന്നെ ഒരു വലിയ നന്ദിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അതിനർഹമായ പ്രതിഫലം നൽകി. റബ്ബ് തആല അള്ളാഹിൻ്റെ നന്ദി കാണിക്കൽ അങ്ങനെയാണ്. പടച്ച തമ്പുരാൻ പ്രതിഫലം തന്നുകൊണ്ടാണ്. അള്ളാഹു പ്രതിഫലം തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചൂടാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ നീട്ടിപ്പറയുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെയും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുടെയും അനിവാര്യതയിലേക്ക് കടക്കുകയാണ്. മനുഷ്യൻ ബുദ്ധി കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചൊരു ജീവിയാണ്. ഇന്ന് നമ്മുടെ ഈ വാട്സപ്പും ഫേസ്ബുക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അധികവും മനുഷ്യൻ്റെ ബ്രെയിൻ എക്സസൈസ് വളരെ കുറവാണ്. വെറുതെ ചിരിയും തമാശയും ഈബത്തും നമീമത്തും കുറ്റം പറച്ചിലുകളും നിരൂപണങ്ങളും ഇത് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. പഠിക്കാനുള്ള വിഷയങ്ങൾ,
പഠിക്കാൻ ആവശ്യമായ മെറ്റീരിയലുകൾ ഇത് വിദ്യാർത്ഥികൾക്ക് മാത്രം എന്ന രീതിയിൽ മാറിയിരിക്കുകയാണ്. നമ്മളൊക്കെ ലൈഫ് ലോങ് ലേണേഴ്സാണ്, മരണം വരെ പഠിക്കേണ്ടവരാണ്. ലോകത്ത് അറിയപ്പെട്ട ഒരു വിദ്യാഭ്യാസ കരിക്കുലമുണ്ട്, IB ഇൻ്റർനാഷണൽ എന്ന് പറയും. നമ്മൾ CBSE കേരള സിലബസ് എന്നൊക്കെ പറയുന്ന പോലെ IGCSE ഉണ്ട്, UK നാഷണൽ കരിക്കുലമുണ്ട്. അതിൽപ്പെട്ട ഒരു ലോകോത്തര വിദ്യാഭ്യാസ കരിക്കുലമുണ്ട്, IB ഇൻ്റർനാഷണൽ ബക്കാലുറേറ്റ് പ്രോഗ്രാം എന്ന് പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ലൈഫ് ലോങ് ലേണിംഗ്, മരണം വരെ പഠിക്കുക എന്നൊരാശയമാണ്. മക്കളെ അതാ പഠിപ്പിക്കുക. സ്കൂൾ കഴിഞ്ഞാൽ നിർത്തരുത്, ഡിഗ്രി കഴിഞ്ഞാൽ അവസാനിപ്പിക്കരുത്, ജോലി കിട്ടിയാൽ പഠനം നിർത്തരുത്. പഠനം മരണം വരെയാണ്. അത് സത്യത്തിൽ പുണ്യനിബിതങ്ങൾ അവിടെ തനിയായികൾ നമുക്ക് പഠിപ്പിച്ചതാണ്. മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ, മഷിക്കുപ്പിയുമായി പള്ളിക്കാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ ഹദീസ് പണ്ഡിതനും മദ്ഹബിൻ്റെ ഇമാമുമായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. അതുകൊണ്ട് നമ്മുടെ മദ്രസ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് കൊച്ചുനാളിൽ നമ്മൾ അറിയേണ്ടത് അള്ളാഹു ആരാണെന്നാണ്. എന്താണ് ഇസ്ലാം, ആരാണ് പുണ്യനബി, നമുക്ക് എന്തൊക്കെ ജീവിതധർമ്മങ്ങളാണ് നിർവഹിക്കാനുള്ളത്, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, ഇതൊന്നും സ്കൂളിൽ പറയാൻ കഴിയില്ല. അവരുടെ ചർച്ചാ വിഷയവുമല്ല അത്. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കില്ല. നമ്മൾ പറയും, മോളെ മോനെ, നിന്റെ ഉമ്മയെ നിന്റെ ഉപ്പയെ നീ വേദനിപ്പിക്കരുതേ, അവരുടെ മനസ്സിനെ നോവിക്കരുതേ, അവരുടെ കാലിൻ്റെ കീഴെയാണ് സ്വർഗം. ഇത് ഇസ്ലാം പഠിപ്പിക്കുക. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൽ വലിയൊരു വിഭാഗം, ചെറിയൊരു ന്യൂനപക്ഷമേ ഉള്ളൂ, വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമുകളിൽ കൊണ്ടുപോയി ആക്കുന്നത്. ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഉമ്മത്ത് ഇസ്ലാമും ദീനും പഠിച്ചവർ സ്വന്തം ഉപ്പയും ഉമ്മയെ അവരുടെ മാലിന്യവും മൂത്രവും കഴുകിക്കൊടുത്തുകൊണ്ടാണെങ്കിലും മരണം വരെ അവരെനിക്ക് നോക്കണം, എനിക്ക് പരിചരിക്കണം, അതെൻ്റെ സ്വർഗമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. എവിടുന്ന് അത് കിട്ടിയത്? പുണ്യനബിയെ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഇസ്ലാമിന് പ്രതിസന്ധിയുണ്ട്, യുദ്ധമുണ്ട്, ഞാൻ യുദ്ധത്തിന് വരട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാ തങ്ങൾ ഒരു ചെറുപ്പക്കാരനോട്, നിങ്ങൾക്ക് ഉമ്മ ഉണ്ടോ, ഉപ്പയുണ്ടോ? ഉണ്ട്, 2 പേരുണ്ട്. ഉമ്മാക്കുപ്പാക്കും നീയല്ലാതെ വേറെ ആൺകുട്ടികളുണ്ടോ? ഇല്ല, ഞാനൊരാളേ ഉള്ളൂ. നീ തിരിച്ചു പോ, നിന്റെ മാതാവും പിതാവും നീ എങ്ങാനും ഒരു രക്തസാക്ഷിയായാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നീ ഓടി വന്നതാ. പക്ഷെ നിന്റെ ഉമ്മയെ ഉപ്പയെ ആര് നോക്കും? ആരുണ്ടവർക്ക്? അതുകൊണ്ട് നീ തിരിച്ചുപോ. ഫഫീഹിമാ ഫജാഹിദ്, നിന്റെ മാതാപിതാക്കളെ നീ സംരക്ഷിക്കുന്നുണ്ടോ? അതാണ് നിന്റെ ധർമ്മസമരം എന്ന് പഠിപ്പിച്ചുകൊണ്ട് നബി തങ്ങൾ എത്രയോ സ്വഹാബികളെ തിരിച്ചയച്ചിട്ടുണ്ട്. എന്തേ? അവരെ നോക്കിയിട്ട് മതി മറ്റു ത്യാഗങ്ങളെന്ന്. അനിഷ്കുർലി വലിവാലിദൈ, ഇത് മദ്രസയ്ക്ക് പഠിപ്പിക്കാൻ കഴിയൂ, ഇത് മദ്രസയിലെ പഠിപ്പിക്കാൻ കഴിയൂ, സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല. എന്തേ? ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദ കരിക്കുലം. എന്തേ അധ്യാപകർ കരിക്കുലത്തിൽ അതില്ല. ബിർറുൽ വാലിദൈൻ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമാണ്. ബിർറുൽ വാലിദൈൻ, സർവീസ് ടു പാരന്റ്സ്, രക്ഷിതാക്കളെ, മാതാവിനെ പിതാവിനെ സേവിക്കുക, അവർക്ക് സേവനം ചെയ്യുക എന്നത് നമ്മുടെ ദീനിന്റെ ഒരു കോർ വാല്യൂ ആണ്. ഇത് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ കഴിയൂ, മതങ്ങൾക്കേ പഠിപ്പിക്കാൻ കഴിയൂ, ധർമ്മങ്ങൾക്കേ പഠിപ്പിക്കാൻ കഴിയൂ. ഭൗതിക വിദ്യാഭ്യാസത്തിന് ഇടപെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒളിച്ചോട്ടങ്ങളും പ്രേമ കല്യാണങ്ങളും ഒക്കെ നടക്കുമ്പോഴേ മക്കളെ, ആൺമക്കളെ, പെൺമക്കളെ, വിദ്യാർത്ഥിനികളെ, പ്രേമവും സ്നേഹവും അതിനൊക്കെ ഒരു മധുരവും ലഹരിയും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് നിങ്ങളുടെ ഒരു സ്വാർത്ഥതയ്ക്ക് മാത്രമാവല്ലേ. അത് കാരണം ആരും മനസ്സ് വേദനിക്കല്ലേ. നിന്റെ ഉമ്മയും ഉപ്പയും കോടതി വരാന്തയിൽ ബോധം കെട്ടി വീഴുന്നത് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ആളുകൾ കാത്തിരിക്കാൻ. ആളുകളുടെ പ്രധാനപ്പെട്ട ജ്വരം ഒരു ഉമ്മയും ഒരു ഉപ്പയും തൻ്റെ മോള് ഒരാളിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് കോടതി വരാന്തയിൽ വെച്ച് ഉമ്മയെ ഉപ്പയെ കുടുംബത്തെ എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഒരു ഉപ്പയും ഉമ്മയും ബോധം കെട്ടി വീഴുന്നത് വീഡിയോ എടുക്കാൻ കാത്തിരിക്കുകയാണ് ആളുകൾ. എന്തേ? അത് മാർക്കറ്റാണ്. അതാണ് മാർക്കറ്റിൽ വാല്യൂ കിട്ടുന്ന പ്രൊഡക്ട്സ്. ആ കുഞ്ഞ് ചെയ്ത ദുൽമിനെ കുറിച്ച് ആ കുട്ടിക്ക് ഒരു ക്ലാസ് കൊടുത്ത് ആ കുട്ടിയോട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത്, മോളെ, ജീവിതം നിന്റെ ഭർത്താവും നീയും എന്നൊരു സ്വാർത്ഥതയിലേക്ക് ഒതുക്കല്ലേ. നിനക്കൊരു കുടുംബം വേണ്ടേ? നിനക്ക് ബന്ധുക്കൾ വേണ്ടേ? നിങ്ങൾ 2 പേരെയും താങ്ങി നിർത്താൻ നിങ്ങളുടെ സ്നേഹജനങ്ങൾ കൂടെ വേണ്ടേ? എല്ലാവരെയും മാറ്റി നിർത്തി, എല്ലാവരെയും ധിക്കരിച്ച് സ്നേഹം കൊണ്ട് പാലൂട്ടി വളർത്തിയ സ്വന്തം ഉമ്മയോട് പിഞ്ചുനാളിൽ കൈകളിലെടുത്ത് ഇതുപോലെയുള്ള ചൂടിൽ ഹോസ്പിറ്റൽ വരാന്തകളിൽ ഡോക്ടറെ കാണിക്കാൻ കുഞ്ഞിന് പനിയാണ്, ജലദോഷമാണ്, കഫക്കെട്ടാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന് താങ്ങി നിന്ന ഉമ്മയുടെ കരങ്ങളെ തട്ടിമാറ്റിയിട്ട്
ഇന്നലെ മിനിഞ്ഞാന്ന് നിനക്ക് പ്രായപൂർത്തിയായപ്പോൾ ശരീരത്തിന് ഒരൽപ്പം സൗന്ദര്യം വന്നപ്പോഴേ നിന്റെ മുമ്പിൽ സ്നേഹം കാണിച്ചു വന്നവൻ അവൻ മതി എന്ന് നീ പറയുമ്പോഴേ നീണ്ട 20 കൊല്ലക്കാലം നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഉപ്പയെ ഉമ്മയെ എങ്ങനെ നിങ്ങൾ മറക്കുന്നു മക്കളെ? എങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നു? അവരുടെ പൊരുത്തവും സ്നേഹവും ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയേണ്ട ഒരു വാക്ക് പറയേണ്ടതിന് പകരം നിങ്ങൾ ആർക്കും ഇഷ്ടമില്ലെങ്കിലും എനിക്ക് ഇത് മതി എന്ന് പറയുന്ന തരത്തിലേക്ക് മക്കൾ വളരുന്നത് അവർക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കാത്തത് കൊണ്ട് മാത്രമല്ലേ? അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലേ? മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അതിന്റെ ശിക്ഷ മരണത്തിന് മുമ്പ് ദുന്യാവിൽ അനുഭവിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിലേക്ക് എടുത്തു വെക്കൂലാതെ ഇവിടെ നിന്നുണ്ടാകും. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരാണ്, ക്യാമ്പസുകളിൽ, കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ, വിദേശങ്ങളിൽ പഠിക്കുന്നവരാണ്. അവർ എവിടെ ചെന്ന് ജീവിച്ചാലും ആ മക്കള് വഴിതെറ്റിപ്പോകാത്തവരായി മാറണമെങ്കിൽ അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുത്തേ പറ്റൂ. നിങ്ങൾ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലോകം. നമ്മൾ ആർക്കും നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവരുടെ കയ്യിൽ ടാബോ സ്മാർട്ട് ഫോണുകളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെന്തൊക്കെ ചെയ്തു കൂട്ടും ഒന്നും പറയാൻ കഴിയില്ല. ഒരു ഉമ്മാക്കും ഉപ്പാക്കും അത് കണ്ടുപിടിക്കാനും കഴിയില്ല. അതിൻ്റെ ലോക്കുകളും മൾട്ടി ലോക്കുകളും അത് ഹൈഡ് ചെയ്യാനും അതിൻ്റെ യൂസർ നെയിം പാസ്വേഡുകൾ ചേഞ്ച് ചെയ്യാനും ഇതൊക്കെ മക്കൾക്ക് കഴിയും. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു പെൺകുട്ടി അത് ചെയ്യൂല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ആൺകുട്ടി അത് ചെയ്യൂല. എൻ്റെ പടച്ചതമ്പുരാൻ, പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു പ്രേമം, ഒരു ബന്ധം എനിക്ക് വേണ്ട. എനിക്ക് അള്ളാഹു വിവാഹത്തിലൂടെ അനുവദിക്കുന്ന ഒരു കുടുംബജീവിതം വരെ ഞാൻ ക്ഷമിച്ചു നിൽക്കുന്നവനാണ്. എനിക്കതിന് കഴിയും. വിവാഹം ചെയ്യാൻ കഴിയില്ല, പക്ഷേ ശരീരത്തിൽ ഹോർമോണുകളുണ്ട്. നമ്മളൊക്കെ മനുഷ്യരാണ്, തിന്മയിലേക്കുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ അള്ളാഹു അനുവദിക്കാത്ത ഒരു വ്യഭിചാരത്തിലേക്കോ ഒരു തിന്മയിലേക്കോ ഒരു തോന്നിവാസത്തിലേക്കോ ഞാൻ പോകില്ല എന്ന് സ്വന്തം ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ അള്ളാഹു നാദുരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈ. പടച്ചതമ്പുരാൻ എൻ്റെ കൂടെയുണ്ട്, പടച്ചതമ്പുരാൻ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, പടച്ചതമ്പുരാൻ എനിക്ക് സാക്ഷിയാണ്. ഇത് സ്വന്തം മനസ്സിനോട് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ മദ്രസയിൽ നിന്ന് പഠിക്കണം അതിൻ്റെ ബാലപാഠങ്ങൾ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കള് മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളായി പോകാതെ അള്ളാഹു കാക്കട്ടെ. മുമ്പൊക്കെ കല്യാണം ആലോചിക്കുമ്പോഴേ ചെറുക്കൻ നിഷ്കരിക്കാറുണ്ടോ എന്നാ ചോദിക്കുക, അല്ലേ? ഇന്നതല്ലേ ചോദിക്കുക. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറുക്കൻ കള്ളുടിക്കോ എന്നായി. നിഷ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കള്ളുടിയില്ലാതെ. ഇപ്പം അതുമല്ല, ചെറുക്കന് മയക്കുമരുന്നിൻ്റെ പരിപാടി ഉണ്ടോ, കണ്ടാൽ അറിയില്ലല്ലോ. എന്തേ? ഒരു മണമില്ല, ഒരു രുചിയില്ല, ഭാവഭേദങ്ങളില്ല, ആള് മയക്കത്തില്ല, അറിയാൻ പറ്റില്ല. നിസ്കരിക്കുന്നുണ്ടോ നോമ്പ് നോൽക്കുന്നുണ്ടോ എന്നല്ല ഇന്നത്തെ വിഷയം. കാലത്തിന്റെ ക്രൈറ്റീരിയൻ മാറി. എന്താ ചോദിക്കുന്നത്? മയക്കുമരുന്നടിക്കോ? ആണും പെണ്ണും അങ്ങനെയാണ്. ഇതില്ലാത്ത മക്കളെ കിട്ടാൻ ഇന്ന് പ്രയാസം. എഴുതി വെച്ചോളൂ ചെറുപ്പക്കാരെ, കുട്ടികളെ, ലഹരിക്ക് നിങ്ങളെങ്ങാനും അടിമകളായി മാറിയാൽ 10 കൊല്ലം കൊണ്ട് നിങ്ങൾ മണ്ണടിയിലേക്കാണ് പോകുന്നത്. ആയുസ് കുറവാ, 10 കൊല്ലം കൊണ്ട് തീരും നിങ്ങളുടെ ലൈഫ്. അങ്ങനെ നശിപ്പിക്കണോ? അതല്ല, അന്തസ്സുള്ളൊരു അസ്തിത്വം നിങ്ങൾക്ക് നേടിയെടുക്കണോ? ലഹരിയോട് നോ പറഞ്ഞേ പറ്റൂ. ഇവിടുത്തെ പോലീസുകാരും നിയമപാലകരും ഭരണാധികാരികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രബോധകരുമൊക്കെ ഒറ്റക്കെട്ടാണ്. നാടും നഗരവുമൊക്കെ തിന്മകൾക്ക് എതിരാണ്, നന്മയോടൊപ്പമാണ്. എന്നാലും ആരെയും കണ്ണുവെട്ടിച്ചാർക്കും തിന്മ ചെയ്യാൻ കഴിയുന്ന ലോകമാണ്. പക്ഷേ ഒരാളെ മാത്രം കണ്ണുവെട്ടിക്കാൻ കഴിയില്ല. അല്ലാഹു ജല്ല ജലാലു, അല്ലാഹു ജല്ല ജലാലുവാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തിന്മകൾ ചെയ്തു പോയത് പടച്ചതമ്പുരാനോട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹു സ്വീകരിക്കുകയാണ്. കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയോ? അന്നഹു മൻ അമില മിൻകും സൂഅൻ ബിജഹാല ثم تاب من بعده واصلح فانه غفور رحيم. നിങ്ങൾ തൗബ ചെയ്യണം. പടച്ചതമ്പുരാനോട് പറയണം, ഞാൻ ഇനി തിന്മയിലേക്ക് പോകില്ല റബ്ബേ, എനിക്ക് പറ്റിപ്പോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം പടച്ചവനെ, എനിക്ക് മാപ്പ് നൽകണം റബ്ബേ എന്ന് നിങ്ങൾ പറയുകയും നന്മ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തരാമെന്ന് ഉറപ്പ് തന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയാം, നിങ്ങൾക്ക് കരുണയാണ് പടച്ചവൻ നൽകുന്നത്. തെറ്റുപറ്റാതിരിക്കില്ല, തെറ്റുപറ്റിക്കാണും. നിങ്ങൾ പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങി, പശ്ചാത്തപിച്ച് മടങ്ങി. എന്താണ് തൗബ? തൗബയുടെ റുക്നുകൾ എന്താണ്? മദ്രസയ്ക്ക് പറഞ്ഞു തരാൻ കഴിയൂ. നമ്മളെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ ഇബാദത്താണ്, നമ്മുടെ നിസ്കാരമാണ്. നമ്മുടെ നിസ്കാരമാണ് അതിൻ്റെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ബൈനനാ വ ബൈനൽ കുഫ്രി തർക്കു സ്വലാ. വിശ്വാസികളും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം 5 നേരത്തെ നിസ്കാരമാണ്.
ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ ഫഹുവ ലിഗൈരിഹാ അളിയ, അതല്ലാത്തത് മുഴുവൻ അവർക്ക് ഒഴിവാക്കാൻ കഴിയും. നിസ്കാരം ഒഴിവാക്കാത്തവന് അവന്റെ ജീവിതം പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാ വുദു എടുക്കേണ്ടത്, എങ്ങനെയാ നിസ്കരിക്കേണ്ടത്, അതിന്റെ ഷർത്തുകൾ എന്തൊക്കെയാണ്, ഫർളുകൾ എന്താണ്, സുനനുകൾ എന്താണ്, അബ്ആദ് സുന്നത്തുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മുടെ മദ്രസക്കുള്ളിലാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കും നമുക്കും ഇൽമു കൊണ്ട് അനുഗ്രഹം നൽകട്ടെ. നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ പള്ളികളിൽ ജമാഅത്തിന് വരട്ടെ. നമ്മുടെ മസ്ജിദുകൾ ആരാധന കൊണ്ട് സജീവമാവണം. എല്ലാറ്റിനും നമ്മൾ സജീവമാണ്, പക്ഷെ നമ്മുടെ മസ്ജിദുകളിലേക്ക് വരുന്നില്ലല്ലോ. അതെത്ര വലിയ ദൗർഭാഗ്യകരമാണ്. റമദാനിലുണ്ട് ജമാഅത്തിന് ആളുകൾ, റമദാൻ കഴിഞ്ഞാൽ പിന്നെ അവസാനിച്ചു. എങ്ങനെയാവരുത്. നമ്മുടെ മസ്ജിദുകളിലെ സഫുകളിൽ നിന്നാണ് ഈ ഉമ്മത്തിന്റെ വില അള്ളാഹു അളക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മസ്ജിദുകൾ എത്ര സൗകര്യങ്ങളുള്ള പള്ളികളാണ് നമുക്ക് ഇവിടെയുള്ളത്, അതൊക്കെ ഉപയോഗപ്പെടുത്തണ്ടേ. അവിടെ നമ്മൾ ആരാധന ചെയ്യുന്നത് ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കരുത്താണ്. ലൗല സ്വലാ, നിസ്കാരമില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ മഹ്തദൈന, നമുക്ക് സന്മാർഗം ലഭിക്കുമായിരുന്നില്ല. നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു പുല്ലിന്റെ വില പോലും അള്ളാഹു നൽകുമായിരുന്നില്ല. ഇത് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് മദ്രസ വേണം. അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസവും ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നതിനിടയിൽ നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ, അതിൻ്റെ സമയക്രമങ്ങൾ കൃത്യമായും പാലിച്ചുകൊണ്ട് നമുക്ക് വളരെ മനോഹരമായ ഹൈടെക് മദ്രസയാണിപ്പോൾ നമ്മുടെ നജ്മുൽ ഹുദ മദ്രസ ഇവിടെ നമുക്ക് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും അവരുടെ മക്കളെ നമ്മുടെ ഈ മദ്രസയിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കണം. ആ പഠനം നമ്മുടെ പരലോകത്തേക്കും നമ്മുടെ മക്കൾക്കും നമുക്കും ഈ ലോകത്തും നാളെ പരലോകത്തും സന്തോഷത്തോടെ ജീവിക്കാനുള്ള കാരണമാണ്. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. നാളെ മരിച്ചു കഴിയുമ്പോൾ അള്ളാഹുവേ എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യുന്ന മക്കളെ നമുക്ക് വേണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നിങ്ങൾ പറയണേ, പ്രാർത്ഥിക്കണേ, അല്ലാഹുവേ എൻ്റെ മാതാവിനോട് പിതാവിനോട് പടച്ചവനെ നീ കരുണ കാണിക്കണമേ, അവരെ എന്നോട് കൊച്ചു പ്രായത്തിൽ എന്നോട് കരുണ ചെയ്ത പോലെ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരായത്ത് കൂടെ ഓതുകയാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. അല്ലാഹു നിങ്ങളോട് കണിശമായും നിർദ്ദേശിക്കുകയാണ്, ആരാധന അല്ലാഹുവിന് മാത്രമാണ് നിങ്ങൾ നിർവഹിക്കേണ്ടത്. പിന്നെ പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നന്മ ചെയ്യണമേ. إما يبلغن عندك الكبر أحدهما أو كلاهما. ഉമ്മയോ ഉപ്പയോ രണ്ടുപേരുമോ അല്ലെങ്കിൽ ഒരാളോ അവരുടെ വാർദ്ധക്യ സമയത്ത് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ അവർക്ക് അവസരമുണ്ടായാൽ, വാർദ്ധക്യം വരുമ്പോൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. വാർദ്ധക്യം വരുമ്പോൾ ആവർത്തനം ഒരു സ്വഭാവമായിരിക്കും. വാർദ്ധക്യം വരുമ്പോൾ കണ്ടതിനും പിടിച്ചതിനും കുറ്റം പറയും. വാർദ്ധക്യം വരുമ്പോൾ എന്തുപകാരം ചെയ്താലും അത് മറക്കും അവര്. വാർദ്ധക്യം വരുമ്പോൾ വാക്കുകൾക്ക് ലൈസൻസ് ഇല്ലാതെയാകും. നിന്റെ ഉമ്മയാണ് ഉപ്പയാണ്, സദയം പുറത്തു കൊടുക്കണേ എന്ന് അല്ലാഹു പറഞ്ഞുകൊണ്ട് പറയാണ്, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. നിന്റെ ഉമ്മയോട് ഉപ്പയോട് ഛേ എന്നൊരു വാക്ക് പോലും നീ പറഞ്ഞു പോവല്ലേ. ഛേ എന്തായി പറയുന്നത്, അങ്ങനെ പോലും പറയല്ലേ. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ. നിന്റെ ഉമ്മയെ നിന്റെ ഉപ്പയെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുതേ. അല്ലാഹുവിൻ്റെ ആഹ്വാനമാണ്. നിങ്ങൾക്ക് അവരെ നോക്കാൻ കഴിയുമോ? നിങ്ങളുടെ വീട്ടിൽ അവരെ പരിപാലിക്കണം. ഒരു നിലക്കും നിങ്ങൾക്ക് കഴിയില്ലെങ്കിലാണ് ഒരു നഴ്സിനെ ഏൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വൃദ്ധസദനത്തിൽ ഏൽപ്പിക്കുന്നത്. അല്ലാഹുവിൻ നിങ്ങൾക്ക് നൽകിയ സ്വർഗ കവാടമാണിത്, അത് നഷ്ടപ്പെടുത്തരുതേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് മാന്യമായ വാക്കുകളെ നിങ്ങൾ പ്രയോഗിക്കാവൂ. അവരെ ഇഷ്ടപ്പെടുന്ന പേര് കൊണ്ടേ വിളിക്കാൻ പാടുള്ളൂ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. നിങ്ങളുടെ ഉമ്മയോട് ഉപ്പയോട് കാരുണ്യം കാണിക്കണമേ. നിങ്ങളുടെ റഹ്മത്തിന്റെ ചിറക് അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണമേ. നിങ്ങൾ പറക്കുന്നവരായിരിക്കാം, നിങ്ങൾ തിരക്ക് പിടിച്ച ജീവിതത്തിലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉമ്മാക്ക് ഉപ്പാക്ക് നിങ്ങളുടെ കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണമേ.
വഖുൽ നിങ്ങൾ പറയണം റബ്ബിർഹംഹുമാ എൻ്റെ രക്ഷിതാവേ എൻ്റെ ഉമ്മയോട് ഉപ്പയോട് കരുണ കാണിക്കണമേ കമാ റബ്ബയാനി സ്വഗീറാ ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ എന്നോട് കാണിച്ച കരുണ പോലെ എൻ്റെ ഉമ്മയോട് ഉപ്പയോട് കരുണ കാണിക്കണമേ എന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് സൂറത്തുൽ ഇസ്റാ ഇത് പഠിപ്പിക്കണമെങ്കിൽ മദ്രസ വേണം. നമ്മുടെ വേഷം വിധാനങ്ങളിൽ അച്ചടക്കം പഠിക്കണമെങ്കിൽ മദ്രസ വേണം. നമ്മുടെ സ്വഭാവ ശുദ്ധീകരണത്തിന് മദ്രസ വേണം. ഗീബത്ത് നമീമത്ത് നമ്മുടെ അമലുകളെ പൊളിച്ചു കളയും. ചെയ്തു പോയ കർമ്മങ്ങൾ ഇല്ലാതെയാകും എന്നറിയണമെങ്കിൽ മദ്രസ വേണം. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ് വേണം. പുണ്യ നബിയുടെ ഹദീസുകൾ പറയണം, പഠിക്കണം, ഓതണം, ചൊല്ലണം, ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അതുകൊണ്ട് ഇന്നൽ മലായിക അള്ളാഹുവിൻ്റെ മലക്കുകളും ഭൂമിലോകത്തെ ജീവജാലങ്ങളും സസ്യലതാദികളും പക്ഷിമൃഗാദികളും അതുപോലെ തന്നെ സമുദ്രങ്ങളിലെ മത്സ്യങ്ങളടക്കം ഇൽമ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയൊരു ആരാധനയാണ് വിജ്ഞാനം നേടുക എന്ന് പറയുന്നത്. അതിൻ്റെ ആലയമാണ് നമ്മുടെ വിദ്യാഭ്യാസം നടക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ മദ്രസ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കോളേജുകൾ. അവിടെ അധാർമികതയുടെ കേന്ദ്രങ്ങളായി മാറരുത്. അത് നന്മയുടെ വിളനിലങ്ങളാവണം. അത് നന്മയും മൂല്യവും പഠിക്കാൻ കഴിയുന്നതാവണം. നന്മയും എന്താണ് നന്മ, എന്താണ് നീതി, എന്താണ് അനീതി, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, ഇത് വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു വിദ്യാഭ്യാസം കൊണ്ട് എന്തു നേട്ടം? അതുകൊണ്ട് നമ്മുടെ മക്കളിൽ നന്മയുണ്ടാവാൻ നമ്മളെ പ്രാർത്ഥിക്കിൻ. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഒരു നിർദ്ദേശമുണ്ട്. പുണ്യ നബിയിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു പഠിച്ചെടുത്തത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലാഇബുഹും സബ്അൻ ലാഇബുഹും സബ്അൻ കൊച്ചുമക്കളോട് നിങ്ങൾ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ കൂടെ കളിക്കണമേ. ലാഇബുഹും സബ്അൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് പഠിപ്പിച്ചത് എങ്ങനെയാണ്? ലാഇബുഹും സബ്അൻ. 1 വയസ്സുള്ള കുഞ്ഞിനെ 1 വയസ്സ് മുതൽ 7 വയസ്സ് വരെ നിങ്ങൾ അവരോട് തമാശയും കളിയുമാവണം. അവരുടെ കൂടെ കളിക്കണം. പുണ്യ നിബിധങ്ങൾ കാലുകുത്തി കൈവച്ച് ആനപ്പുറത്ത് കയറുന്ന പോലെ കുട്ടികളെ നിബിധങ്ങൾ അവിടുത്തെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ നിബിധങ്ങൾ പുറത്ത് ചുമന്ന് നടന്നിട്ടുണ്ട്, മുട്ടുകുത്തി നടന്നിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നത്. മക്കളോട് പറഞ്ഞു, മക്കളെ എന്തോ ഒരു നല്ല വാഹനമാണല്ലേ നിങ്ങളുടെ വാഹനം. അപ്പൊ നിബിധങ്ങൾ പറഞ്ഞു, നിഅമർ റാകിബാൻ. സിദ്ദീഖേ, ഈ വാഹനമല്ല, എൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന ആ വാഹനം കയറിയ മക്കള് അവരെന്തോ ഒരു നല്ല മക്കളാണ്. തങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു. 7 വയസ്സ് വരെ മക്കളോട് നിങ്ങൾ കളിക്കണം. പിന്നെ പറഞ്ഞു വഅദ്ദിബുഹും സബ്അൻ. 7 മുതൽ 14 വയസ്സ് വരെയുള്ള കാലം, ആ കാലമാണ് തർബിയത്തിൻ്റെ കാലം. ആ കാലത്താണ് അവർക്ക് ഇൽമ കൊടുക്കേണ്ടത്. ആ കാലത്താണ് അവർക്ക് നന്മയും തിന്മയും വേർതിരിച്ചു കൊടുക്കേണ്ടത്. ആ കാലത്താണ് അവരുടെ കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ടത്. ആ 14 വയസ്സ് വരെയുള്ള കാലമാണ് അവർക്ക് സാരോപദേശങ്ങൾ നൽകേണ്ടത്. 14 കഴിഞ്ഞാൽ പിന്നെ സാരോപദേശം കൊടുത്താൽ മക്കൾ പറയും, ഈ ഉമ്മ ഭയങ്കര ബോറടിയാണ്, അല്ലെങ്കിൽ വാപ്പ ബോറടിയാണ്, വാപ്പ എപ്പോഴും ഈ പറഞ്ഞിരൽ തന്നെയാണ്, ഈ ഉപദേശം തന്നെ ഞങ്ങൾക്ക് മടുത്തു എന്ന് മക്കൾ പറയുമ്പോൾ വയസ്സ് നോക്കിക്കൊണ്ട് 14ൻ്റെ മേലെയായിരിക്കും. 14ൽ താഴെയാണെങ്കിൽ അവരത് പറയൂല. 7 മുതൽ 14 വരെ ഈ കാലഘട്ടമാണ് തർബിയത്ത് ചെയ്യേണ്ട കാലം. പിന്നെ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു, സുമ്മ സ്വാഹിബുഹും സബ്അൻ. 14 മുതൽ 21 വയസ്സ് വരെയുള്ള കാലം നിങ്ങൾ അവരുടെ കൂട്ടുകാരാണ്. 21 വയസ്സ് വരെ തർബിയത്താണ്. പിന്നെ അവർ കല്യാണം കഴിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് ജീവിതം ആരംഭിക്കുന്നു, അവർ ബിസിനസ്സിലേക്ക് കടക്കുന്നു. 21 വയസ്സ് വരെ, 14 മുതൽ 21 വരെ നിങ്ങൾ കൂട്ടുകാരാണ്. അവർക്ക് വല്ല വിഷമങ്ങളുണ്ടോ ഉമ്മയോട് ഉപ്പയോട് പറയാൻ പറ്റണം. ഉപ്പ പേടിപ്പിക്കും, ഉമ്മ അടിയാണ്. പിന്നെ അവരെന്തെയില്ല, അവരുടെ മനസ്സിൽ നടക്കുന്ന വിഷമങ്ങൾ പറയൂല. അതിൽപ്പം വല്ല ആത്മഹത്യയിലും ചെന്ന് അവസാനിക്കും, അല്ലെങ്കിൽ വല്ല കടുങ്കയും അവർ ചെയ്തിരിക്കും. ഉമ്മയോട് ഉപ്പയോട് എൻ്റെ വിഷമം എനിക്ക് പറയാൻ കഴിയും. എൻ്റെ ഉമ്മയും ഉപ്പയും ഞാനൊരു ചളിക്കുണ്ടിൽ വീണാൽ പോലും എന്നെ കൈപിടിച്ചുയർത്താൻ അവർ കൂടെയുണ്ട് എന്ന് മക്കൾക്ക് ബോധ്യം വരണം. അവർക്ക് നമ്മളിൽ ആത്മവിശ്വാസം വേണം. അലി തങ്ങൾ പറയാ, അത് കഴിഞ്ഞാൽ പിന്നെ കയറ് അവരുടെ തോളിലേക്ക് നിങ്ങൾ എറിഞ്ഞു കൊടുത്തോളൂ.
അവർ പിന്നെ വഴിപിഴക്കില്ല. 1 മുതൽ 7 കൂടെ കളിക്കണം. 7 മുതൽ 14 അദബ് പഠിപ്പിക്കണം. 14 മുതൽ 21 വയസ്സ് വരെ നിങ്ങൾ അവരുടെ ഫ്രണ്ടാണ്. ഇങ്ങനെ ഒരു തർബീയത്ത് പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ തർബീയത്ത് ചെയ്യാൻ തൗഫീക്ക് ചെയ്യട്ടെ. എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മളെ തർബീയത്ത് ചെയ്യുക. അപ്പോഴേ നമ്മൾ നല്ലൊരു വാപ്പയും നല്ല ഉമ്മയും ആകുമ്പോഴാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത്. മദ്രസയിലും സ്കൂളിലും പഠിക്കുന്നതിലേറെ മക്കൾ പഠിക്കുന്നത് ഉമ്മയെ കണ്ടുകൊണ്ടാണ്, ഉപ്പയെ കണ്ടുകൊണ്ടാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഅദത്തഹാ അഅദത്ത ജീലൻ ത്വയ്യിബൽ അറാഖി. ഉമ്മ ആദ്യത്തെ മദ്രസയാണ്. അതുകൊണ്ട് ഉമ്മ നന്നായാൽ മക്കളൊക്കെ നന്നാവുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു സജ്ജനങ്ങളായി ജീവിച്ച് മാതൃക കാണിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇവിടെ ഒരുപാട് ലേഡീസ് വോളണ്ടിയേഴ്സ് ഇതിനു വേണ്ടി ത്യാഗം ചെയ്യുന്നു. മാഷാ അള്ളാഹ്. ഒരുപാട് ഇവിടുത്തെ പരിപാടി ഇത്രയും വിജയിപ്പിക്കാൻ അവരെടുത്ത ത്യാഗം വളരെ വലുതാണ്. പടച്ചതമ്പുരാൻ അവർക്കും നമ്മുടെ ബോയ്സ്, നമ്മുടെ ജെൻസ് വോളണ്ടിയേഴ്സ് അവർക്കും ഇതിനു വേണ്ടി സഹായിച്ചവർ, ഇതിനു വേണ്ടി ഭക്ഷണം വിതരണം ചെയ്തവർ, അതിനുവേണ്ടി എല്ലാ തരത്തിലുമുള്ള നല്ല വാക്കുകൊണ്ട് സഹായിച്ചവർ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം ചെയ്യട്ടെ. നമ്മുടെ ഈ മദ്രസയിലെ ഒരുപാട് സംവിധാനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മയ്യത്ത് കുളിപ്പിക്കേണ്ടതടക്കം പ്രാക്ടിക്കൽ ക്ലാസ് നടത്താനുള്ള റൂം അടക്കം അവിടെ റെഡിയാണ്. നല്ല കുടിവെള്ളം, അവർക്ക് ബാത്റൂം, ഒതുടുക്കാനുള്ള സ്ഥലം, നല്ല സ്ക്രീൻ വെച്ചുകൊണ്ടുള്ള ക്ലാസ് റൂമുകൾ, ഓഡിയോ വിഷ്വൽ സോഴ്സുകൾ ഉപയോഗിച്ച് മക്കളെ പഠിപ്പിക്കാൻ കഴിയുന്ന വിധം പ്രഗത്ഭരായ ഉസ്താദുമാരും കൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അവർക്കൊക്കെ അള്ളാഹു സർവ്വ തൗഫീഖും ചെയ്യട്ടെ. നമ്മുടെ നാടിനെ തലായിയെ അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് പടച്ചതമ്പുരാൻ കാക്കട്ടെ. ഇവിടുത്തെ സൗഹാർദ്ദവും നമ്മുടെ മറ്റു സഹോദര സമുദായങ്ങളോടൊപ്പമുള്ള വളരെ അഭിമാനകരമായ നമ്മുടെ അസ്തിത്വവും നമ്മുടെ നാടിൻ്റെ അഭിമാനവും കാലാകാലം അള്ളാഹു നിലനിർത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാട്ടുകാരായ എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും എൻ്റെ സ്നേഹാഭിവാദങ്ങളും ഒക്കെ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നമ്മുടെ ചെറിയ ദുആ ചെയ്തുകൊണ്ട് അവസാനിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അല്ലാഹുവേ, ഞങ്ങളുടെ ഒത്തുകൂടൽ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ. ഞങ്ങളോട് പൊറുക്കണേ റബ്ബേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വിശുദ്ധി നൽകണേ റബ്ബേ. തൗബ ചെയ്ത് നിന്നിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. നിന്നെക്കുറിച്ച് ഓർക്കുന്ന ചിന്തിക്കുന്ന ചിന്തയും മനസ്സും നൽകണേ പടച്ചവനെ. ദാക്കിരീങ്ങളുടെ ദിക്ർ നൽകണേ റബ്ബേ. ആബിദീങ്ങളുടെ ഇബാദത്ത് നൽകണേ റബ്ബേ. സ്വാലിഹീങ്ങളുടെ സ്വലാഹ് നൽകണേ തമ്പുരാനെ. സജ്ജനങ്ങളെപ്പോലെ ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് അവരോട് ഇഷ്ടമാണല്ലോ. അവരോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങളെ നീ സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കണേ റബ്ബേ. അവർ നല്ലവരായി വളർത്തണേ പടച്ചവനെ. അല്ലാഹുവേ, ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാതെ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തുകൊള്ളണമേ തമ്പുരാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. അവർക്ക് ഞങ്ങളെ മാതൃകകളാക്കണേ പടച്ചവനെ. 70 വർഷം പിന്നിടുന്നൊരു മദ്രസയുടെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ടാണ് റബ്ബേ ഇവിടെ ആളുകൾ ഇരിക്കുന്നത്. ഈ തലായിലെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും സഹായവും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ബഷീർ അടക്കമുള്ള ഒരുപാട് ആളുകൾ അതിന് കൂടെയാണ് പടച്ചവനെ. അവരൊക്കെ ചെയ്ത സേവനങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഖബൂൽ ചെയ്യണേ പടച്ചവനെ. കഅബാലയം പടുത്തുയർത്തുമ്പോൾ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹുവേ, നീ സ്വീകരിക്കണമേ എന്നാണ്. പടച്ചവനെ, നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, വിദേശങ്ങളിലും നാട്ടിലുമുള്ള ഞങ്ങളുടെ ഓരോ സഹോദരനും സഹോദരിക്കും അല്ലാഹുവേ നിൻ്റെ കാവലുണ്ടാകണേ റബ്ബേ. സാമ്പത്തികമായി ഒരുപാട് തകർന്നു പോയവരുണ്ട് റബ്ബേ. നീ അവരെ കൈപിടിക്കണേ പടച്ചവനെ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ റബ്ബേ. ഉന്നത പഠനങ്ങൾക്ക് നീറ്റ് എക്സാം എഴുതിയവരുണ്ട് റബ്ബേ. അല്ലാഹു ഇവർക്കൊക്കെ ഉന്നത വിജയം നൽകണേ തമ്പുരാനെ. കാരുണ്യവാനെ, ഹയർ സ്റ്റഡീസിന് പുറത്തുപോയി പഠിക്കുന്നവരുണ്ട്. ആ മക്കളെ എല്ലാവിധ ഫിത്നയിൽ നിന്നും കാക്കണേ റബ്ബേ. അവർ നല്ലവരായി അച്ചടക്കമുള്ളവരായി നല്ല കൺകുളിർമയുള്ള മക്കളായി തിരിച്ചു വന്ന് നാടിനും രാജ്യത്തിനും ഉമ്മത്തിനും അഭിമാനമുള്ളവരാക്കി മാറ്റണേ
റബ്ബേ അള്ളാഹുവെ നാളത്തെ ഞങ്ങളുടെ ഖബറിന് സന്തോഷപൂരിതമാക്കണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ തലായി ബഷീർ കയുടെ ഉപ്പയുടെ പേരിലാണ് ഒരു ബസ് ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നതിൻ്റെ താക്കോൽ ദാനം ബഷീർ കയുടെ ഉമ്മ ഇവിടെ നിർവഹിച്ചു. ആ മഹാനുഭാവൻ്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കണേ പടച്ചവനെ. അർഹമർ റഹീമേ അള്ളാഹുവേ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത മക്കളിലവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അള്ളാഹു. ഞങ്ങൾ ഓരോരുത്തരുടെയും മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരിച്ചുപോയവർക്കും മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. മരണശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, അവരുടെ പേരിൽ ദാനം ചെയ്യുന്ന, സദഖ ചെയ്യുന്ന, സൽക്കർമ്മം ചെയ്യുന്ന മക്കളാക്കണേ റബ്ബേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. കുറച്ച് അവാർഡ് ദാനങ്ങൾ കൂടെ നടക്കാനുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. അവർക്കൂടെ മൊമെൻറ്റോ കൈമാറിയതിന് ശേഷം ഈ സെഷൻ